വെളിപാട് പുസ്തകം എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ സവിസ്തരമായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. അല്ല, വീട്ടിൽ പോയി അതിനെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചോ? ചിന്തിക്കാനുള്ള വക നമ്മൾ പഠിച്ചായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തുവിശ്വാസിയായി ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നുവെന്ന് നമ്മളൊരു 6-7 പോയിന്റ് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പ്രത്യാശാനിർഭരമായ ജീവിതം നയിക്കുവാൻ ഏഷ്യ മൈനറിലെ 7 സഭയിലെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ പീഡനത്തിന് മധ്യത്തിലൂടെ കടന്നു പോകുന്നുവോ, ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുന്നുവോ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വെളിപാട് പുസ്തകത്തിലെ ആലോചനകൾ, അത് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കും എന്നുള്ളത് യാതൊരു സംശയവും. ഇങ്ങനെ നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ചില സംഘർഷങ്ങളുണ്ട്, ആരോടും പറയാൻ സാധിക്കാത്ത നീറുന്ന പ്രശ്നങ്ങൾ, അല്ലേ? ദുഃഖവും ഉറവിളിയും സങ്കടവും ആവലാതികളും കണ്ണുനീരും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം, വെളിപാട് പുസ്തകം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും അത് ആഴത്തിൽ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അർത്ഥസമ്പുഷ്ടമായി മാറുന്നത്. പക്ഷെ ഒരു കൊച്ചു പ്രശ്നം നമ്മൾ ഇന്നലെ കേട്ടതുപോലെ മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ലാഘവത്തിൽ നമുക്ക് ഈ പുസ്തകത്തെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൽ വാക്കുകളെക്കാൾ കൂടുതൽ പ്രതീകങ്ങളാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? ചില സയൻസ് ആൻഡ് സിംബിൾസ് ആണ് ഉപയോഗിച്ചത്, ചില സംഖ്യകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സന്ദേശം കൈമാറുവാൻ. അതുകൊണ്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കാതെ, അത് രൂപപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് വെളിപാട് പുസ്തകത്തെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ സാധിക്കും. നമ്മൾ വെളിപാട് പുസ്തകത്തെ കുറിച്ച് 100 കണക്കിന് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ വളരെ സൂക്ഷ്മമായി അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ അപഗ്രഥിക്കുകയാണെങ്കിൽ പലർക്കും പറയേണ്ട ആശയങ്ങൾ ഈ പുസ്തകത്തിന്റെ മേൽ ആരോപിച്ചെന്ന് പറയുക. മനസ്സിലായി? ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത മീനിങ് അല്ല അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ മാർത്തോമാ സഭയുടെ പഠന കേന്ദ്രത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഓരോ പുസ്തകങ്ങളും അത് എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ വെളിച്ചം, അതിൻ്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ആ ഒരു പഠന പരമ്പര ഈ ഇടവകയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആർക്കെങ്കിലും അത് ക്ലാസ് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ചെറിയ ബുക്ക്ലെറ്റൊക്കെ ഒന്ന് മേടിച്ച് വായിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് 10 ക്ലാസ്സിൻ്റെ സമ്മറിയാണ് ഈ ബുക്ക്ലെറ്റ് ചേർത്തിരിക്കുന്നത്. സാധാരണ വെളിപാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അത് ബുക്ക് രൂപത്തിൽ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്നലെ കേട്ട പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ 3 പ്രധാനപ്പെട്ട വെളിപാട് പുസ്തകത്തിലെ മേഖലകളാണ് നിങ്ങളെന്ന് പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ 1 മണിക്കൂർ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പരമാവധി വളരെ ലളിതമായി ഇന്നലെ പറഞ്ഞൊക്കെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൽ കൂടുതലൊന്നും വെളിപാട് പുസ്തകം ലളിതമായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് പരമാവധി ലളിതമായിട്ടാണ് ഈ പറയുന്നത്. പരമാവധി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കും. ഇത് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം, ഈ വെളിപാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് സഭയോടുള്ള സന്ദേശം. മനസ്സിലായ? സഭകൾക്കുള്ള സന്ദേശം. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിലെ ഈ പുസ്തകം അഡ്രസ് ചെയ്യുന്ന ഏഷ്യ മൈനറിലെ 7 സഭകളെ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തിയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 പട്ടണങ്ങളിലെ സഭകളെ അഡ്രസ് ചെയ്തുകൊണ്ട് സഭ എങ്ങനെയാകണം അവരുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, സഭ എങ്ങനെ സാക്ഷ്യത്തിൽ മുന്നിലാകാൻ സാധിക്കും എന്നവരെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് 2-3 അധ്യായങ്ങളാണ്. അത് ഒറ്റ വായനയ്ക്ക് നമുക്ക് മനസ്സിലാകുന്ന വെളിപാട് പുസ്തകത്തിലെ 2 അധ്യായമാണ് 2-3 അധ്യായം. അത് ഏഷ്യ മൈനറിലെ 7 സഭകളെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ഓരോ സഭയോടും പറയുന്ന സന്ദേശമാണ് 2-3 അധ്യായങ്ങളിൽ പരാമർശിക്കുന്നത്. എഫെസോസിലെ സഭയെ വിളിച്ചുകൊണ്ട്, സ്മുർനയിലെ സഭയെ വിളിച്ചുകൊണ്ട്, അങ്ങനെ ഓരോ സഭയെ വിളിച്ചുകൊണ്ട് ആ സഭകളോട്
സഭയോട് പറയുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സന്ദേശമാണ് 2-3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വായിച്ചിട്ടാണ് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 2-3 അധ്യായങ്ങളിൽ ഓരോ സഭയെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ചേർത്തിരിക്കുന്ന ഭാഗം വായിക്കുകയാണെങ്കിൽ എല്ലാ സഭയോടുമുള്ള സന്ദേശത്തിന് ഏകദേശം ഒരേ ഒരു പാറ്റേൺ ആണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലാണ് എല്ലാ സഭയോടും സന്ദേശം പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗം സഭയെ പേർ ചൊല്ലി വിളിക്കുകയും, എഫെസോസിലെ സഭ അല്ലെങ്കിൽ സ്മൂർണയിലെ സഭ, അതുകൊണ്ട് സഭയെ പേർ ചൊല്ലി വിളിച്ചതിന് ശേഷം ഈ സഭയ്ക്ക് എന്തൊക്കെ നന്മകളുണ്ട് എന്ന് അക്കമിട്ട് അവിടെ രേഖപ്പെടുത്തി. ഓരോ സഭയെ വിളിച്ചിട്ട് സഭയ്ക്ക് എന്തുണ്ട്, ചില നന്മകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ സഭയെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം നമ്മൾ വായിച്ചാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, സഭയ്ക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് അത് അവരെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ചില നന്മകളൊക്കെ ഉണ്ട്, പക്ഷെ എന്തുണ്ട്, ചില കുറവുകളുണ്ട്. ഈ കുറവുകൾ അവരെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഈ സഭയോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം, മടങ്ങി വരണം. മടങ്ങി വന്നാൽ നിങ്ങൾക്ക് കർത്താവ് എന്ത് പ്രതിഫലം നൽകും എന്നും വളരെ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, ഇന്ന് പോയി പറ്റുമെങ്കിൽ ഇന്നോ ഈ ദിവസത്തിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഒരു ചാർട്ട് ഒക്കെ എന്ന് പറയും. ഒരു ചാർട്ട് പോലെ വരച്ച് ഈ സഭകളുടെ 7 സഭകളുടെ പേരുകൾ ഒരു വശത്ത് എഴുതണം. എന്നിട്ട് ഓരോ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നാണ് വിളിക്കുന്നത്, ഓരോ സഭയുടെയും നന്മ എന്താണ്, ഓരോ സഭയുടെയും ദോഷങ്ങൾ എന്താണ്, മാനസാന്തരപ്പെടുവാനുള്ള സന്ദേശം ഏതൊക്കെ സഭകളോടാണ് പറയുന്നത്, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ആ സഭയ്ക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അല്പം ഒന്ന് സമയമെടുത്താൽ നമുക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം. ഞാൻ എന്തിനാണ് ഈ ആശയം പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടം മനസ്സിലായി, ഇത് എഴുതിയത് AD 93-95 കാലഘട്ടത്തിലാണെങ്കിൽ ഇന്ന് 2024 ഇരുന്നു കൊണ്ട് നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കും. ഈ 2-3 അധ്യായത്തിൽ പറയുന്ന സന്ദേശം ആരോടുള്ള സന്ദേശമാണെന്നില്ല, ഇന്നത്തെ സഭയോടുള്ള സന്ദേശം, തുമ്പമൺ സെഗിയോൻ മാർത്തോമ ഇടവകയോടുള്ള സന്ദേശം, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോടുള്ള സന്ദേശമാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ആത്മാർത്ഥതയോടെ ഈ 2-3 അധ്യായങ്ങൾ നിങ്ങൾക്ക് വായിച്ച് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു വിശദീകരണം വ്യാഖ്യാനം വേണ്ട, ഈ 7 സഭകൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി. എനിക്കിപ്പോൾ ഓരോ സഭയും എടുത്ത് ഓരോ സഭയോടും പറയുന്ന സന്ദേശം എന്താണെന്ന് വിശദമാക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ കൺവെൻഷൻ പ്രസംഗമൊക്കെ കേട്ടാൽ ഈ ലവോദിക്ക സഭയ്ക്കുള്ള സന്ദേശത്തെ കുറിച്ചുള്ള കൺവെൻഷൻ പ്രസംഗം 1 മണിക്കൂർ നിൽക്കുന്ന പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്മൂർണയിലെ സഭയെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നതിനുള്ള സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സഭയെക്കുറിച്ചും പഠിക്കണമെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂർ വേണം, അതിനുള്ള സമയമില്ല. ഇനി ഇത് കൂടാതെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ ഇതിലെ ഒരു ഉള്ളടക്കത്തിന്റെ ഒരു സാരസംഗതം ഒരു 5 തലക്കെട്ടിൽ ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രമിക്കും. അതിലൊന്ന്, ഈ സഭയോട് പറയുന്ന സന്ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എപ്പോഴും പ്രലോഭനങ്ങളെ പ്രതിരോധിക്കേണ്ട സമൂഹമാണ്. നിങ്ങൾ ഇന്നലെ പഠിച്ചല്ലോ, ഏഷ്യ മൈനറിലെ 7 സഭകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു, അവരുടെ വിശ്വാസ ജീവിതത്തിന് മുമ്പിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രലോഭനങ്ങൾ എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഇതൊരു പഠന ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു? പലതരത്തിലുള്ള ആരാധനയിലേക്ക് വഴുതി പോകാൻ അവരെ വെല്ലുവിളിച്ചു. നമ്മൾ ഇന്നലെ പഠിച്ചാണ് ചക്രവർത്തി ആരാധന, പ്രാദേശിക ദൈവിക ആരാധന, ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനുള്ള പ്രലോഭനം, ആ പട്ടണം ഒരുക്കിയ ഒത്തിരി പ്രലോഭനങ്ങളിൽ പങ്കുചേരുവാനുള്ള വെല്ലുവിളി ആർക്കുണ്ടായിരുന്നു? ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 7 സഭകളോടും പൊതുവായി പറയുന്ന ഒരു സന്ദേശം, ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ഏഷ്യ മൈനറിലെ 7 സഭകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ സഭ എപ്പോഴും രൂപപ്പെട്ടു വരുന്ന ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ എന്ത് ചെയ്യണം? പ്രതിരോധിക്കും. റെസിസ്റ്റിംഗ് ദ ടെംപ്റ്റേഷൻസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഓരോ സഭയോടുമുള്ള സന്ദേശത്തിൽ പറയും. എഫെസോസിലെ സഭയെ വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ഈ സഭ നല്ല ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ ആരംഭിച്ച സഭയാണ്. പക്ഷെ ആ സഭയെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത്? നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭ. അതിന്റെ അർത്ഥം എന്താണ്? അവർ വിശ്വാസത്തിൽ ആത്മാർത്ഥമായി ആരംഭിച്ചവരാണ്. എന്നാൽ ചുറ്റുപാടുകളിലേക്ക് നോക്കി ആ പട്ടണത്തിന്റെ പ്രൗഢിയും മനോഹരതയും ഒക്കെ കണ്ടപ്പോൾ പല പ്രലോഭനങ്ങൾ വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭയാണെന്ന് പറഞ്ഞ ആ സഭയെ എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തി. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ലവോദിക്ക സഭയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ
ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതവാനും ഉഷ്ണവാനും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ പട്ടണം ഉയർത്തിയ പ്രലോഭനങ്ങളിൽ അന്ധമായി അടിമപ്പെട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ തനിമയോ തകർത്ത് കളയും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടാണ്. ചില സഭകളെ വിളിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നു, നിക്കലോവയുടെ ഉപദേശം സ്വീകരിച്ചവരിൽ ചിലർ ഈ സഭയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇന്നലെ പഠിച്ചാണല്ലോ, ചില ദുരുപദേശങ്ങൾ പ്രചരിച്ചു സഭയ്ക്ക്. അപ്പോൾ ആ ദുരുപദേശങ്ങൾ എന്ത് ചെയ്തു? അവർ സന്തോഷപൂർവ്വം ജീവിതത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സഭയെ വാണിച്ചു. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രലോഭനങ്ങളെ സഭ എന്ത് ചെയ്യണം? പ്രതിരോധം. ഇതാണ് ഈ സഭകൾ, 7 സഭകളോട് പറയുന്ന സന്ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാതലായ മർമ്മം എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രലോഭനങ്ങളെ പ്രതിരോധിക്കേണ്ട സഭ, ഇത് വെളിപാട് പുസ്തകം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമതായി 7 സഭയ്ക്കുള്ള സന്ദേശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ ഇതിന്റെ ആമുഖം പഠിച്ചപ്പോൾ പറഞ്ഞു, ഈ ഏഷ്യ മൈനറിലെ പട്ടണങ്ങളിലെ ഒരു ആരാധനാ ജീവിതവും ആത്മീയ ജീവിതവും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഒരു വശത്ത് ചക്രവർത്തിമാരെ ആരാധിക്കുന്ന ആരാധനകൾ നിയമപരമായി നിർബന്ധമാക്കിയ കാലം, മറുവശത്ത് എന്താണ്, നൂറ്റാണ്ടുകളായി വേരോട്ടമുള്ള പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനകൾ സജീവമായിരിക്കും. അപ്പോൾ ചക്രവർത്തി ആരാധന ഒരു വശത്ത്, പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധന മറുവശത്ത്. ഇതിന്റെ നടുവിലാണ് ക്രിസ്തുവിശ്വാസികൾ ആരെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടത്? ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കാൻ വിളിക്കപ്പെട്ടത്. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് നടക്കത്തില്ല, നടന്നു വരുവാന്നില്ല. കാരണം ഒന്ന് നിയമപരമായി നിർബന്ധമാണ്. അപ്പോൾ ഏതിൽ പങ്കെടുക്കും എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസ പ്രതിസന്ധിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് കപട ആത്മീയത, മനസ്സിലായോ? കപട ദൈവങ്ങളെയും ആൾ ദൈവങ്ങളെയും ആരാധിക്കുന്ന ആരാധന വളരെ ശക്തിപ്പെട്ട ഒരിടത്ത് ഒരു ദൈവ പൈതലിന്റെ ആരാധന, അവന്റെ ആധ്യാത്മിക ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ 7 സഭകളിലെ ക്രിസ്തുവിശ്വാസികൾക്കും നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ചില സഭയ്ക്കുള്ള സന്ദേശം നമ്മൾ വായിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉടുപ്പ് മലിനമാക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവർ അവരുടെ വിശ്വാസത്തിൽ എന്ത് ചെയ്തു? ഉറച്ചു നിൽക്കുന്നവരാണ്. എത്ര പ്രലോഭനങ്ങൾ വന്നാലും എവിടേക്ക് അവരെ മാടി വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും അതിനൊന്നും പതറിപ്പോകാതെ ഉടുപ്പ് മലിനമാക്കാതെ നിൽക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം എവിടെയുണ്ട്? അവിടെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ സ്മുർണ എന്ന് പറയുന്ന സഭയ്ക്കുള്ള സന്ദേശം വായിച്ചാൽ സ്മുർണയിലെ സഭയെ വിളിക്കുന്നത് ദരിദ്ര സഭയാണ്. എന്താ വിളിക്കുന്നത്? ദരിദ്ര സഭയാണ്. പക്ഷെ നിങ്ങൾ ദൈവസന്നിധിയിൽ എന്താണെന്ന് അറിയാമോ? സമ്പന്നരാണ് എന്നറിയാം. മനസ്സിലായോ? നിങ്ങൾ ഈ സഭയിലെ അംഗങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എവിടെയാണ്? അത്ര വലുതൊന്നുമല്ല. പക്ഷെ അവരെന്താണെന്ന് അറിയാമോ? എന്താണ്? അവർ ദൈവസന്നിധിയിൽ സമ്പന്നരാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ സ്മുർണയിലെ സഭ സമ്പൽ സമൃദ്ധിയിൽ അത്ര വളരാതെ താഴെ നിന്നത്? എന്തായിരിക്കും കാര്യം? മുമ്പോട്ട് പോകത്തുള്ളൂ. എന്തായിരിക്കും കാര്യം? അവർ വിശ്വാസത്തിൽ ഉറച്ചൊന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് ആ പട്ടണം ഉയർത്തി എല്ലാ പ്രലോഭനങ്ങളെയും സ്വീകരിച്ചാൽ അവർക്ക് ആരായി മാറാമായിരുന്നു? സമ്പന്നനായി മാറാമായിരുന്നു. എന്നാൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ഭൗതികമായി അവർ അത്ര സമ്പന്നരായില്ല. പക്ഷേ എന്താണെന്ന് അറിയാമോ? അവർ ദൈവസന്നിധിയിൽ സമ്പന്നരാണ് എന്ന് രേഖപ്പെടുത്തുന്നു. അതിന്റെ അർത്ഥം യഥാർത്ഥ ആത്മീയതയിൽ ഉറച്ചു നിൽക്കാൻ ആർക്ക് സാധിച്ചു? സ്മുർണയിലെ സഭയിലെ സാധിച്ചു. ഏറ്റവും സമ്പന്നമായ പട്ടണവും സമ്പന്നമായ സഭയും ഏത് സഭയാണെന്ന് അറിയാമോ? ലവോദിക്കയിലെ സഭയാണ്. എന്നാൽ ആ സഭയെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ദരിദ്രരാണ്. മനസ്സിലായോ? ഇതാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ ഒരു രസം. ഏറ്റവും ദരിദ്രമായ സഭയെ എന്തെന്ന് വിളിക്കുന്നു? സമ്പന്ന സഭ. സ്മുർണയിലെ സഭയെ വിളിക്കുമ്പോൾ ഏറ്റവും സമ്പന്ന സഭയാണെന്ന് അഭിമാനിച്ച ലവോദിക്കയിലെ സഭയെ എന്താ വിളിക്കുന്നത്? ദരിദ്ര സഭയെ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അവർ ഒരു സഭ എന്തുകൊണ്ട് ദരിദ്രരായി, ഒരു സഭ എന്തുകൊണ്ട് സമ്പന്നരായി? കേട്ടതിന്റെ വിളിച്ചത്തിൽ വല്ലതും മനസ്സിലായോ? അതാണ് ഏറ്റവും പ്രധാനം. യഥാർത്ഥ ആത്മീയതയിൽ മനസ്സിലായോ? മായം ചേർക്കാതെ അതിൽ ഉറച്ചു നിൽക്കുക. തങ്ങൾക്ക് എന്ത് ഭൗതിക നേട്ടം ലഭിക്കും എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടാൽ, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എങ്കിൽ, ഞങ്ങൾ വളരെ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ കടന്നുപോയാൽ യേശു രക്ഷകനാണ് എന്ന് സാക്ഷിക്കും എന്ത് ചെയ്യും? അവർ തയ്യാറാണ്. അങ്ങനെയാണ് ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നത്.
സഭയുടെ ഒരു വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥവത്തായ ആത്മീയതയിൽ എന്ത് ചെയ്യണം? എപ്പോഴും അവിടെ ഒരു രക്ഷകനുണ്ട്, ഇവിടെ ഒരു രക്ഷകനുണ്ട്, അവിടെ ഒരു ആൾദൈവമുണ്ട്, ഇവിടെ ഒരു ആൾദൈവമുണ്ട്, രക്ഷ ഇവിടെ ആണെന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ നമ്മളെ മാടി വിളിക്കുന്നു. ഒരു ദൈവപൈതന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരും അതിൽ അഭിമാനം കണ്ടെത്തുന്നവരുമായിരിക്കും എന്ന് ഏത് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്? ഒരുപാട് പുസ്തകം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. 7 സഭയ്ക്കുള്ള സന്ദേശങ്ങളിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് സഭ അർത്ഥവത്തായ ആത്മീയതയിൽ നിലനിൽക്കേണ്ട സമൂഹമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി. മൂന്നാമതായി ഈ ഏഷ്യ മൈനറിലെ 7 സഭയ്ക്കുള്ള സന്ദേശത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചാൽ അക്കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യം, മനസ്സിലായോ, അവർ ആരാണെന്നറിയാമോ? വലിയ ശക്തിയും അധികാരവും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് എന്തുണ്ടെന്നറിയാമോ? അവർക്ക് സൈന്യബലമുണ്ട്, പടയാളികളുണ്ട്, റോമ സംവിധാനങ്ങളുണ്ട്. അവർക്ക് എന്തുണ്ട്? വളരെ ശക്തിയുള്ള ഒരു സംവിധാനം. അങ്ങനെ ശക്തിയുള്ള സംവിധാനത്തോടാണ് ആർക്ക് പ്രതിരോധിച്ച് നിൽക്കേണ്ടത്? ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികൾ. അവർക്ക് എന്താണ് ശക്തി? ഇവരോട് പോരാടാൻ പറ്റുമോ? നേരിട്ട് പോരാടാൻ പറ്റത്തില്ല. അതിനുള്ള ശക്തിയില്ല, സൈന്യബലമില്ല, സാധാരണക്കാരുടെ സംഘമാണ്. എന്നാൽ അങ്ങനെയുള്ള സഭയോട് പറയുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ റോമൻ സാമ്രാജ്യം വാൾ എടുക്കുമ്പോൾ അവരുടെ ആയുധം വാളാണ്. മനസ്സിലായോ? അതിനെ വെല്ലാൻ നിങ്ങൾക്കുള്ള ആയുധം എന്താണെന്ന് അറിയാമോ? ദൈവവചനമാകുന്ന വാളാണ്. മനസ്സിലായോ? അതുകൊണ്ട് അധികാരവും ശക്തിയും അവർ വാൾ ഉപയോഗിച്ചു. അവരുടെ അടയാളമാണ് വാൾ. അത് നിഹനിക്കുവാൻ വേണ്ടിയാണ്, ഉപദ്രവിക്കുവാൻ വേണ്ടിയാണ്, രക്തം ചൊരിയാൻ വേണ്ടിയാണ്, അനേകരെ രക്തസാക്ഷികളാക്കുവാനാണ്. എന്നാൽ അതിന്റെ വെളിച്ചത്തിൽ ദൈവവചനം ആകുന്ന വാൾ ആണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അധികാരത്തെയും ശക്തിയും ഒക്കെ വളരെ വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്നറിയാമോ? അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് വെളിപാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ ആശങ്കയാണ്, നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള സംവിധാനത്തിൽ ജീവിക്കാൻ സാധിക്കും, എങ്ങനെ അങ്ങനെയുള്ള സംവിധാനത്തോട് പോരാടാൻ സാധിക്കും? എളുപ്പമാണോ? എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, തിന്മയുടെ കടലുകളോട് പോരാടുക എന്ന് പറയുന്നു. അധികാരത്തെയും ശക്തിയും ഒക്കെ വളരെ വ്യത്യസ്തമായി ആവിഷ്കരിക്കുവാനുള്ള ആഹ്വാനം അവർക്ക് നൽകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു തന്നാൽ ആർക്കും ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് ഫിലദൽഫിയ സഭയ്ക്കുള്ള സന്ദേശത്തിൽ പറയും. ഒരു വാതിൽ തുറന്നാൽ ആർക്കും ആ വാതിൽ അടയ്ക്കാൻ പറ്റും. അവനൊരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ. ഇതൊരു പുതിയ അധികാര ദർശനമാണ്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ ആവിഷ്കാരത്തിന്റെ രീതി അല്ല ഒരു സഭയും ക്രിസ്തു വിശ്വാസവും ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത്. അവരുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. അവരുടെ ശക്തി എന്ന് പറയുന്നത് ദൈവവചനത്തെ ആഴത്തിൽ ജീവിതത്തോട് ചേർത്ത് നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് സഭ എപ്പോഴും മുമ്പോട്ട് നോക്കേണ്ടത് ഇതാണ്. എന്താണ് സഭയുടെ അധികാരത്തിന്റെ അടയാളം? നമ്മുടെ സ്ഥാപനങ്ങളാണ്, നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന പള്ളികളാണ്, നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ്. പലപ്പോഴും നമ്മൾ അതിനെയാണ് നമ്മുടെ അധികാരവും നേട്ടവും മെച്ചവുമായി കാണുന്നത്. അങ്ങനെയുള്ള എല്ലാ ചിന്താധാരകളെയും വെല്ലുവിളിക്കത്തക്കരുത്. നിങ്ങളുടെ അധികാരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം. അവനാണ് വലിയ അധികാരി എന്നുള്ളത് ബോധം. അവന്റെ അധികാരത്തിന് കീഴിൽ താണിരിക്കുവാനുള്ള വിനയവും വിശ്വസ്തയും വചനത്തിലൂടെ ശക്തി സമാഹരിക്കുവാനുള്ള വലിയ ശക്തിയുമാണ് നിങ്ങൾക്കുള്ള അധികാരവും ശക്തിയുമെന്ന് ഏഷ്യാമൈനറിലെ 7 സഭകളോട് പറയുന്നത്. അത് അവർക്ക് ശക്തി കൊടുക്കാനാണ്. അല്ലെങ്കിൽ അവരാരാണെന്ന് പറയാം, നിസ്സഹായരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നോ നിസ്സഹായരായിട്ട്. എന്നാൽ അവരുടെ നിസ്സഹായതയുടെ മധ്യത്തിൽ പുതിയ പാഠങ്ങൾ നൽകി അവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ശ്രമമാണ് വെളിപാട് പുസ്തകം നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് 7 സഭകൾക്കുള്ള സന്ദേശത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം സഭ എങ്ങനെയാണ് അറിയപ്പെടേണ്ടത് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ക്രിസ്തു വിശ്വാസം ഒരു ചെറിയ സംഘം മാത്രമേ ഉള്ളൂ അതിന്റെ ആദ്യ കാലഘട്ടം. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു മാർജിനൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ആര്? ക്രിസ്തു വിശ്വാസം. അവർ അംഗസംഖ്യയിൽ കുറവാണ്, സമൂഹത്തിൽ വലിയ സ്വാധീനങ്ങളൊന്നും ചെലുത്താനുള്ള ശക്തി അവർക്കില്ല, അവർക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മാർജിനൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി ഉണ്ട്.
അതിൽ വലുതായിട്ടൊന്നും അവർ ആരെ കണ്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ നാളുകളിലെ ആത്മസംഘർഷം എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഐഡന്റിറ്റി എങ്ങനെ നിർവചിക്കും? റോമൻ സാമ്രാജ്യം നോക്കുമ്പോൾ നമ്മളൊരു ന്യൂ മൂവ്മെന്റ് ആയിട്ട് മാത്രമേ കാണുന്നു. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെ നിർവചിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഏഷ്യ മൈനറിലെ 7 സഭകളെയും പഠിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ നിർവചിക്കേണ്ടത് ആരുമായുള്ള ബന്ധത്തിലാണെന്ന് അറിയാമോ? ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് അവൻ നിങ്ങൾക്കൊരു പുതിയ പേര് തരും. മനസ്സിലായോ? ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത പുതിയ പേര് അവൻ നിങ്ങൾക്ക് തരും എന്ന് പെർഗമോസിലെ സഭയ്ക്കുള്ള സന്ദേശത്തിന്റെ ഒരു ഉള്ളടക്കമാണ്. അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ഒരു ദൈവ പൈതൽ അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ഒരു സ്വത്വം എന്ന് പറയുന്നത് നിർവചിക്കേണ്ടത് ആരുമായുള്ളൊരു ബന്ധത്തിലാണ്? ക്രിസ്തുവുമായുള്ളൊരു ബന്ധത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 7 സഭയ്ക്കുള്ള സന്ദേശത്തിൽ വായിക്കുന്നത് ഒരു പുതിയ പേര് അവൻ നിങ്ങൾക്ക് തരും. ഒരു ന്യൂ സബ്ജക്റ്റിവിറ്റിയാണ്, ഒരു പുതിയ ഐഡന്റിറ്റിയാണ്. അപ്പോൾ ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് നൽകിയ അവൻ പുതിയ ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത ഐഡന്റിറ്റി. മനസ്സിലായി? ആ ഐഡന്റിറ്റി നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഐഡന്റിറ്റിയാണ് എന്ന് പറഞ്ഞു. ആ പുതിയ പേര് ക്രിസ്തു വിശ്വാസികളുടെ ഒരു മുദ്രയായി ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭ അറിയപ്പെടേണ്ടത് എന്തിന്റെ വെളിച്ചത്തിലാണ് അറിയാം? സഭ അറിയപ്പെടേണ്ടത് എന്തിന്റെ വെളിച്ചത്തിലാണ്? ക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ. മനസ്സിലായോ? അവിടെയാണ് നമ്മുടെ പേരിന്റെ അർത്ഥപൂർണമായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു ദൈവവൈതലായി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാകണം നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ അഫർമേഷൻ. അതിനുവേണ്ടി ഏഷ്യ മൈനറിലെ 7 സഭകളെ ഈ വേദഭാഗം വെല്ലുവിളിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലുള്ള സഭയ്ക്ക് നൽകുന്ന ശക്തമായ സന്ദേശമാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് ഈ 7 സഭകൾക്കുള്ള സന്ദേശത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭ നിത്യം നവീകരിച്ചുകൊണ്ടിരിക്കേണ്ട സമൂഹമാണ്. നിങ്ങൾ ഓരോ സഭയ്ക്കുമുള്ള സന്ദേശം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സഭകളോടും പറയുന്ന ഒറ്റ സന്ദേശമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരം. മനസ്സാന്തരം എന്നുള്ളൊരു പദമാണ് ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള സന്ദേശത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം. എന്താണ്? മനസ്സാന്തരപ്പെടുക, മനസ്സാന്തരപ്പെടുക. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെടുക. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെടുക. നീ ഇന്നത്തെ നിന്റെ പ്രവൃത്തിയെ ശോധന ചെയ്ത് മനസ്സാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മടങ്ങി വരവിനായി സഭ എന്ത് ചെയ്യണം? വിളിക്കും. നമ്മൾ പഠിച്ചല്ലോ, ഇന്നലെ പഠിച്ചല്ലോ, ഏഷ്യ മൈനറിലെ 7 പട്ടണങ്ങളിലെ സഭയിൽ ക്രിസ്തു വിശ്വാസികളുടെ ബഹുഭൂരിപക്ഷം പേരും എവിടേക്ക് വഴുതിപ്പോയി? ആ പട്ടണത്തിലെ പ്രലോഭനങ്ങളിലേക്ക് വഴുതിപ്പോയി, ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുത്തു. അപ്പോൾ ഒരു പട്ടണം പ്രലോഭനം ഉയർത്തി മാടി വിളിച്ചപ്പോൾ അതിൽ വശംവദരായി തീർന്നു. അനേകം പിന്മാറ്റത്തിന്റെ അനുഭവത്തിലായി. അതുകൊണ്ട് ഈ സഭ ഓരോ സഭയോടുമുള്ള സന്ദേശത്തിൽ കൃത്യമായി അവരോട് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക? മടങ്ങി വരിക. എവിടേക്ക് മടങ്ങി വരിക? കർത്താവിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ലവോദിക്ക സഭയെക്കുറിച്ച് ഒരു നല്ല കാര്യവും ആ സന്ദേശത്തിൽ പറയുന്നില്ല. മറ്റു സഭകളെ കുറിച്ച് ചെറിയ ചെറിയ നന്മകളെങ്കിലും പറഞ്ഞ് ആ സഭയെ പ്രകീർത്തിക്കുന്നു. എന്നാൽ ഒരു നന്മയും പറഞ്ഞ് പ്രകീർത്തിക്കപ്പെടാത്ത ഒരു സഭയാണ് ലവോദിക്ക സഭ. പക്ഷേ ആ സഭയ്ക്കുള്ള സന്ദേശത്തിലാണ് അവസാനം നമ്മൾ കാണുന്നത് കർത്താവ് എന്ത് ചെയ്യുകയാണ്? വാദിക്കൽ നിന്ന് വേറെ ആരെങ്കിലും പോയി ഈ സഭയിലെ അംഗങ്ങളെ വിളിക്കാറ്. അത്രമാത്രം കർത്താവിൽ അകന്നു പോയ ഒരു സഭയാണ്. എന്നാൽ അവരെ കൂടെ ചേർത്ത് നിർത്താനുള്ള അദമ്യമായ താല്പര്യമാണ് ആ സഭ എന്ത് ചെയ്യുകയാണ്? മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഇന്ന് മാർത്തോമാ സഭ നവീകരിക്കപ്പെട്ട സഭയാണെന്നൊക്കെ നമ്മൾ അഭിമാനം ഉള്ളത് നല്ലതാണെങ്കിൽ നിത്യവിദ്യയാണ് നവീകരണം. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ എവിടെയെങ്കിലും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും പാപത്തിന്റെ ഘടനകളോട് നമ്മൾ ചേർന്ന് നിന്നിട്ടുണ്ട്, എവിടെയെങ്കിലും തിന്മയുടെ ഘടനകളുമായി ഒരു പറ്റുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമൂഹമാണ്? മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ട സമൂഹം. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് 2ഉം 3ഉം അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള സന്ദേശത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, സഭ എന്ത് ചെയ്യണമെന്ന് അറിയാമോ?
പ്രലോഭനങ്ങളെ പ്രതിരോധിക്കും. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് മുമ്പിൽ എന്തെങ്കിലും പ്രലോഭനങ്ങളുണ്ടോ? സഭയെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നമ്മളെ കുറിച്ചാണ്, നമ്മുടെ കൊച്ചു കൂട്ടായ്മയെ കുറിച്ചാണ്. അല്ലാതെ മാർത്തോമാ സഭയിൽ നിൽക്കുമ്പോൾ വേറെ ആരാണെന്നുള്ള കാര്യമല്ല പറയുന്നത്, നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഇന്നും നമ്മൾ പല പ്രലോഭനങ്ങളുടെ മധ്യത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. അപ്പോൾ ആ പ്രലോഭനത്തെ ചെറുത്തു തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള വിശ്വാസവും ദൈവവചനത്തിലുള്ള ഇഷ്ടമായ അറിവും ആർക്കുണ്ടാകും? സഭ. ഇതാണ് അവരോട് പറയുന്ന ഒരു സന്ദേശം. രണ്ടാമതായി നമ്മൾ കേട്ടു, അർത്ഥവത്തായ ആത്മീയതയാകും നമ്മുടെ ആത്മീയത. കാരണം കപട ദൈവങ്ങളിലേക്കും ദൈവങ്ങളിലേക്കും പുത്തൻ രക്ഷാസങ്കേതങ്ങളിലേക്കും ഒക്കെ നമ്മളെ വല്ലാതെ എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞത് മർത്തോപ്പള്ളിയിലെ കുർബാന കഴിയാൻ നോക്കിയിരിക്കുകയാണ്, അടുത്ത പ്രാർത്ഥനയിടങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. മനസ്സിലായി? അത് ഈ കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു വാൾദൈവം ഉണ്ടെന്ന് കേട്ടാൽ അവിടെ നമ്മൾ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കപട ദൈവ സംസ്കാരം വർദ്ധിച്ചു വരുന്നു. പുതിയ രക്ഷകർ ഊണുപോലെ മുളച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടം. ദൈവവും കർത്താവും എൻ്റെ രക്ഷകനാണ് എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന സന്ദേശം നമ്മുടെ ഒരു അർത്ഥവത്തായ ആത്മീയതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള വെല്ലുവിളിക്കാനുള്ള. മൂന്ന്, ഞാൻ പറയാൻ ശ്രമിച്ചത് സഭ അധികാരത്തെയും ശക്തിയും ഒക്കെ വളരെ വ്യത്യസ്തമായി കാണാൻ ഏത് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അധികാരം എന്ന് പറഞ്ഞാൽ സൈന്യബലമാണ്. ആരെ സംബന്ധിച്ച്? റോമൻ സാമ്രാജ്യത്തിൽ അവരുടെ അധികാരത്തിന്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ രക്തം ചിന്തുകയും അങ്ങനെയാണ് അവർ അധികാരം എന്ത് ചെയ്യുന്നത്? ആവിഷ്കരിക്കുന്നത്. പക്ഷെ സഭയുടെ അധികാരം അങ്ങനെയാണ്, അത് വ്യത്യസ്തമായ അധികാരം. വാളിനോട് വാളെടുത്തല്ല പോരാടുന്നത്, പിന്നെ ദൈവവചനത്തിൽ ഉറച്ചെന്നാണ് പോരാടേണ്ടതെന്ന് പറഞ്ഞൊരു ബദൽ അധികാര ദർശനം ക്രൈസ്തവ സഭകൾക്ക് നൽകുന്നുണ്ട്. എൻ്റെ ചിന്തയിൽ ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സഭകളൊക്കെ തന്നെ ഈ വെളിപാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെയുള്ള പുത്തൻ ദർശനങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എത്ര അർത്ഥവത്തായി സാക്ഷ്യത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നീ പുസ്തകം പഠിപ്പിക്കുന്നു. നാലാമതായി നമ്മൾ കേട്ടതാണ്, സഭ എപ്പോഴും ഒരു ക്രിസ്തു കേന്ദ്രീകൃത സമൂഹം. അതുകൊണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോകുവാൻ ഉള്ള എല്ലാ ശ്രമങ്ങളെയും വെളിപാട് പുസ്തകം ചോദ്യം ചെയ്യും, വെല്ലുവിളിക്കും. നിങ്ങളുടെ ഐഡന്റിറ്റി നിർവചിക്കുന്ന ആരുമായിട്ടുള്ള ബന്ധത്തിലാണ്? നിങ്ങൾ ജീവിക്കുന്ന പട്ടണവുമായിട്ടുള്ള ബന്ധത്തിലല്ല, അവിടുത്തെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ അടിമപ്പെടുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിലൊന്നുമല്ല, കർത്താവുമായുള്ള ഒരു ബന്ധത്തിലാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിർവചിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴും അങ്ങനെ ഒരു ഐഡന്റിറ്റി അഫർമേഷൻ, ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നത് വെല്ലുവിളിക്കുന്ന സന്ദേശം ഈ പുസ്തകം. സഭയ്ക്കുള്ള സന്ദേശത്തിൽ മറ്റ് ഒന്നും പറയുന്നതാണ്, സഭ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടേ. മനസ്സിലായി? ഒരിക്കൽ നടന്ന സംഭവമല്ല. പിന്നെ എന്താണ്? നിങ്ങളുടെ വിശ്വാസ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് നിരന്തരം ഏറ്റുപറഞ്ഞ് നിത്യം നവീകരിക്കപ്പെടേണ്ട സമൂഹമായി തീരണം. അത്തരത്തിൽ സഭകളോട് പറയുന്ന സന്ദേശം നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവും സംഗതവുമാണ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ ഒരു എക്ലീസിയോളജി എന്ന് പറഞ്ഞാൽ സഭാവിജ്ഞാനീയ ദർശനം എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യമായി പറയാൻ ശ്രമിച്ചത്. അടുത്തതായി പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയം, യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ഈ വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പഠന വിഷയം ക്രിസ്റ്റോളജി. കർത്താവിനെ എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്? നമ്മൾ വേദപുസ്തകത്തിലെ മറ്റു പുസ്തകങ്ങളിലൊക്കെ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, മശിഹ എന്നൊക്കെ പറഞ്ഞാണ് ആരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യേശു കർത്താവിനെ രേഖപ്പെടുത്തി. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ യേശുവിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കുഞ്ഞാടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു വിശേഷണം കൂടെ കൊടുത്താണ് രേഖപ്പെടുത്തി, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന രേഖ. എന്താണ് അറുക്കപ്പെട്ട? സ്ലൈൻ ലാൻഡ് എന്ന രേഖ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലെ മറ്റൊരു പുസ്തകത്തിലും പരാമർശിക്കാത്ത രീതിയിൽ വളരെ യുണീക്കായിട്ടുള്ള വളരെ നിസ്തുലമായ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ യേശുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞ പോലെ കുഞ്ഞാട്, ഒരു വിശേഷണം കൂടിയുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന രേഖ. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കി, എന്തുകൊണ്ടാണ് മറ്റൊരു പുസ്തകത്തിലും പരാമർശിക്കാത്ത രീതിയിൽ ഈ വെളിപാട് പുസ്തകത്തിൽ യേശു കർത്താവിനെ എന്ത് പേരിൽ വിളിച്ചിരിക്കുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പേരിൽ. വാട്ട് ഈസ് ദ റീസൺ? അത് നമ്മൾ കൃത്യമായി വെളിപാട് പുസ്തകത്തിൽ പഠിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് വെളിപാട് പുസ്തകത്തിന്റെ ഒരു സാര സംഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
What is the reason? വെളിപാട് പുസ്തകം ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ പീഡനങ്ങളെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് മാതൃക ആരാണെന്നറിയാമോ? അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ ചേർന്നു? നിങ്ങൾ ഒരു വശത്ത് റോമൻ ചക്രവർത്തി, റോമൻ ഭരണാധികാരികൾ, റോമൻ സംവിധാനം, അവരുടെ തിന്മ പ്രവർത്തികളെയും പാപഘടനകളെയും പോരാടാൻ നിങ്ങൾക്ക് ശക്തി തരുന്നവരാണെന്ന് പറഞ്ഞ് അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന്. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ നമുക്ക് എന്ത് ശക്തിയാണ് കാണാൻ സാധിക്കും? ഒന്നാമത് നമുക്കറിയാം, ഈ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞു ശക്തിഹീനതയുടെ ഏറ്റവും ബലഹീനമായ ഒരു മൃഗമായിട്ടാണ് നമ്മൾ കുഞ്ഞാടിനെ കാണുന്നത്. ഏറ്റവും ശക്തിഹീനം എന്ന് നമ്മുടെ ലോജിക്കിൽ തോന്നുന്ന ഒന്നാണ് ഈ കുഞ്ഞാട്. ആ കുഞ്ഞാട് എന്ത് ചെയ്തു? അറുക്കപ്പെട്ടു. മനസ്സിലായി? ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട് എങ്ങനെയാണ് വളരെ ശക്തിയുള്ള, പ്രൗഢിയുള്ള, സൈന്യബലമുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ പാപത്തിന്റെ കടലുകളോട് പോരാടാൻ നമുക്ക് ശക്തിയുള്ളത്? ഈ ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടത്. അവിടെയാണ് ഈ പുസ്തകം വളരെ വളരെ നിസ്തുലമായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. കുഞ്ഞാട് എന്നുള്ളതിന് പുതിയ നിയമത്തിൽ എഴുതിയത് ഗ്രീക്ക് ഭാഷയിൽ. മനസ്സിലായോ? ഗ്രീക്ക് ഭാഷയിൽ കുഞ്ഞാട് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ പലതരത്തിലുള്ള ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചു. അമ്നോസ് എന്ന് പറയുന്നത് കുഞ്ഞാടാണ്. പ്രൊബാറ്റ എന്ന് പറയുന്ന വേറൊരു പദം. എന്നാൽ പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിൽ ഒന്നും ഉപയോഗിക്കാത്ത, ശ്രദ്ധയോടെ 2 മിനിറ്റ് കേട്ടോ, എന്നാലും നമുക്ക് ഇത് മനസ്സിലാക്കാം. ഒരു ബുക്കിൽ ഉപയോഗിക്കാത്ത ഒരു പുതിയ പദം, ഒരു ഗ്രീക്ക് പദമാണ് ഈ കുഞ്ഞാടിനെ സൂചിപ്പിക്കാൻ വെളിപാട് പുസ്തകം ഉപയോഗിച്ചത്. മറ്റു പുസ്തകങ്ങളെല്ലാം അമ്നോസ്, യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ അമ്നോസ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അർമിയോൺ എന്ന് പറയുന്ന പദം. ARMION എന്നാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അമ്നോസ് എന്ന് പറയുന്ന പദം കുഞ്ഞാടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. വേദപുസ്തകത്തിലെ മറ്റു പുസ്തകങ്ങളൊക്കെ ആ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ മാത്രം ഒരു പുതിയ പദം ഉപയോഗിച്ചു. അതെന്താണ്? അർമിയോൺ. അപ്പോൾ ഈ പദങ്ങൾ ഉപയോഗിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? അല്ലെങ്കിൽ അമ്നോസ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഈ അമ്നോസും അർമിയോനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. ഇപ്പം 100 ആട് ഉണ്ടെന്ന്, 100 ആടുള്ളതിൽ ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കാൻ one among the many ഉപയോഗിക്കുന്ന പദമാണ് അമ്നോസ് എന്ന് പറയുന്നത്. 100 എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന്. ഇപ്പം ഇവിടെ 50 പുരുഷന്മാരിൽക്കൊണ്ട് 50-1 ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അമ്നോസ്. അല്ല, അർമിയോൺ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമാണ് ഒരു ആട്ടിൻകൂട്ടത്തെ മുഴുവൻ മുമ്പിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടല്ലോ. മനസ്സിലായി? മുമ്പിൽ നിന്ന് നയിക്കാൻ പറ്റും. ഒരു ഇടയില്ലെങ്കിലും തൽക്കാലം ഇത് ഈ കൂട്ടത്തെ ഇവിടെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ആരെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന ഒരു ലീഡർ ഫോക്ക്. ഈ ലീഡർ ഫോക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഏത്? അർമിയോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഒന്ന് one among the folk ആണെങ്കിൽ മറ്റത് എന്താണെന്ന് അറിയാമോ? ലീഡർ ഓഫ് ദ ഫോക്ക്. അപ്പോൾ ആരാണ് അറുക്കപ്പെട്ടത്? കൂട്ടത്തിൽ ഒരാളാണ്, പിന്നെ ലീഡറാണ്. മനസ്സിലായി? ഇതാണ് വെളിപാട് പുസ്തകത്തിന്റെ ആ ഒരു പ്രത്യേകത. ലീഡറാണ് എന്ത് ചെയ്യുന്നത്? അറുക്കപ്പെട്ടത്. ഇനിയും നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്, കാരണം റോമൻ ചക്രവർത്തി ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ആരെ രക്ഷകനും കർത്താവെന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞ് ഡൊമീഷ്യൻ ചക്രവർത്തിയെ വിളിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച കാലം. ഈ 2 കൺസെപ്റ്റും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, റോമൻ ചക്രവർത്തിയാണ് ശരിക്കുമുള്ള ലീഡർ, അതോ ആരാണ്? അർമിയോ, അറുക്കപ്പെട്ട കുഞ്ഞാണോ എന്ന് ചോദ്യം ചോദിക്കുക. മനസ്സിലായി? കമ്പാരിസൺ നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും റോമൻ ചക്രവർത്തി എവിടെയെങ്കിലും ഒരു യുദ്ധത്തിന്റെ മുമ്പിൽ നിന്ന് മുറിവേറ്റതായിട്ട് കേട്ടിട്ടുണ്ടോ? അവർ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തിരുന്ന് സൈന്യത്തെ പറഞ്ഞുവിട്ട സൈന്യത്തിലെ അംഗങ്ങൾ നശിച്ചാൽ കുഴപ്പമില്ല, രക്തസാക്ഷിത്വം ചൊരിയുന്ന ഒരു കാലഘട്ടം. ഒരു ചക്രവർത്തിയും എന്ത് ചെയ്തിട്ടില്ല? മുറിവേറ്റിട്ടില്ല, അടിയേറ്റിട്ടില്ല, യുദ്ധത്തിന് മുമ്പിൽ നിന്നിട്ടില്ല. ബട്ട് ഹിയർ എന്താ ഡിഫറൻസ്? ഇവിടെ എന്താ വ്യത്യാസം? ലീഡർ ഓഫ് ദ ഫോക്ക് ഈസ് ക്രൂസിഫൈഡ്. മനസ്സിലായോ? ആ കൂട്ടത്തിന് മുഴുവൻ നേതൃത്വം നൽകുവാൻ കഴിവുള്ള ആളാണ് എന്ത് ചെയ്തത്? അറുക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായി? നീ അടിയെടുക്കാതിരിക്കാൻ, മനസ്സിലായി? നീ മുറിവേൽക്കാതിരിക്കാൻ ആരറുക്കപ്പെട്ടു? ലീഡർ ഓഫ് ദ ഫോക്ക്. അങ്ങനെയെങ്കിൽ ആരാണ് രക്ഷ?
അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കുക, ആരാണ് രക്ഷകൻ? വെളിപാട് പുസ്തകം ആരാണ് രക്ഷകൻ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരും. അങ്ങനെയെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് രക്ഷകൻ എന്ന് അവതരിപ്പിക്കുക. അപ്പോൾ വളരെ നിസ്തുലമായ ഒരു പദം ഉപയോഗിച്ച്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പദം ഉപയോഗിച്ച് യേശുവിനെ അവതരിപ്പിക്കുക വഴി തീർച്ചയായിട്ടും ആ റോമൻ സാമ്രാജ്യത്തിന്റെ പാപത്തിന്റെയും തിന്മകളുടെയും ഘടനകളോട് പോരാടാനുള്ള ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. അതുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത്രയും ബലഹീനമാണല്ലോ, ശക്തി പറഞ്ഞ ആളുകളൊന്നും ചിന്തിക്കേണ്ട. അർമിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ ഓഫ് ദ ഫ്ലോക്ക് ഈസ് ക്രൂസിഫൈഡ് എന്ന് പറയുന്ന വല്ലാതെ. അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഇതിൽ ആരാണ് ശരിക്കും ചില മൂല്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഒരു ചക്രവർത്തി സ്വയം താഴുവാൻ തയ്യാറായിട്ടില്ല, ഉണ്ടോ? അദ്ദേഹം ഭരണാധികാരിയാണ്, ഒരു സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ആളാണ്. എന്നാൽ ഇവിടെ ശക്തിയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്ക് വേണ്ടി മുറിക്കപ്പെടുകയും അടിയേൽക്കുകയും അറുക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യം, യേശുവിനുള്ള ക്രിസ്തുവിശ്വാസികളോട് പറയുന്നു, ആരാണ് രക്ഷകൻ? ആരാണ് രക്ഷകൻ? യേശു കർത്താവ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ് രക്ഷകൻ എന്നവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വിശദമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ള പദം ആദ്യമായി രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോ. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അറുക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്താ പറയുന്നത്? യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അറുക്കപ്പെട്ടവനായി നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിലെ. അങ്ങനെയെങ്കിൽ ആരാ അറുക്കപ്പെട്ടത്? യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ലയൺ. ലയണാണ് ആരായിട്ട് മാറിയിരിക്കുന്നത്? ലാമ്പായി മാറി. അത് നിങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ലയൺ ലാമ്പ് ക്രിസ്റ്റോളജി എന്ന ടൈറ്റിൽ കൊടുത്താണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ലയണിന് ലാമ്പായി മാറാൻ പറ്റും, ഒരു സിംഹത്തിന് കുഞ്ഞാടായി മാറാൻ പറ്റും. പറ്റുമോ? പറ്റുന്നു. നോർമൽ തിങ്കിങ്ങിൽ പറ്റും. അപ്പോൾ അവൻ ശക്തിയുള്ളവനായിരുന്നോ ഇല്ലാത്തവനായിരുന്നു? പറഞ്ഞു, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. ശക്തിയുണ്ടോ? ശക്തിയുണ്ട്. അധികാരമുണ്ടോ? അധികാരമുണ്ട്. പക്ഷെ ആ ശക്തിയും അധികാരവും അവൻ എങ്ങനെ ആവിഷ്കരിച്ചു? വ്യത്യസ്തമായി ആവിഷ്കരിച്ചു. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമാണ്. മനസ്സിലായി? ഇന്ന് കൃത്യമായിട്ട് അവന്റെ അധികാരവും ശക്തിയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് എന്ത്? അവൻ അറുക്കപ്പെട്ടു. അതിനുശേഷമുള്ള മറ്റൊരു വർണ്ണനയിൽ അവൻ 7 കൊമ്പുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. 7 കൊമ്പ്. 7 കൊമ്പെന്ന് പറഞ്ഞാൽ അധികാരത്തെയാണ് കൊമ്പ് സൂചിപ്പിക്കുന്നത്. 7 എന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിൽ പൂർണ്ണതയാണ്. അപ്പൊ പൂർണ്ണ അധികാരമുള്ളവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറുക്കപ്പെട്ടത്. അവൻ 7 കണ്ണുകളുണ്ട് എന്ന് രേഖപ്പെടുത്തി. വെളിപാട് പുസ്തകത്തിൽ കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മുടെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ വിശുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികാരം ഏറ്റവും ഉള്ള ഒരുവൻ, ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, നോളജ് ആൻഡ് വിസ്ഡമുള്ളവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറുക്കപ്പെട്ടത്. അതുകൊണ്ട് യേശു അറുക്കപ്പെട്ട കുഞ്ഞാടായി സ്ത്രീകരിച്ചാൽ നമ്മൾ ഓർക്കണം, അത് അധികാരമില്ലാത്തവന്റെയോ ശക്തിയില്ലാത്തവന്റെയോ അറിവില്ലാത്തവന്റെയോ അറുക്കപ്പെടല്ല. ഇതെല്ലാം ഉണ്ടായിട്ട് മനസ്സിലായോ അവൻ എന്തായി തീർന്നു? അതാണ് ഫിലിപ്പിയ ലേഖനം 2-ൽ നമ്മൾ വായിക്കുന്നത്. അവൻ ദൈവസ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമായി. അത് കൃത്യമായി ഈ ഏഷ്യ എന്നുള്ള 7 സഭകളിലെ ക്രിസ്തുവിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ രക്ഷണത്തിലേക്ക് മടങ്ങി വരുവാൻ അവരെയാണ് വെല്ലുവിളിക്കും. അർത്ഥസമ്പുഷ്ടമായ ഒരു ആവിഷ്കാരമാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ഒരു പ്രത്യേകത ഈ 5-ാം അധ്യായത്തിൽ 4-5 അധ്യായങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തും. 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ കാണുന്ന ഒരു ദർശനം ഇങ്ങനെയാണ്. സിംഹാസനത്തിന് നടുവിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ 7 മുദ്രയാൽ മുദ്ര വെച്ച ഒരു പുസ്തകം. സിംഹാസനത്തിന് നടുവിൽ ഇരിക്കുന്നത് ദൈവമാണ്. വെളിപാട് പുസ്തകത്തിന്റെ രേഖപ്പെടുത്തൽ ദൈവത്തിന്റെ കരങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു പുസ്തകം ഇരിപ്പുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? 7 മുദ്രകളാൽ മുദ്ര വെച്ചിരിക്കുക. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നിരിക്കുക, ഒരു പുസ്തകം മുദ്ര വെച്ചിരുന്നോണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ ബൈബിളൊക്കെ സിപ്പിട്ട് വീട്ടിൽ വെച്ചിരിക്കുക, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്താ സംഭവിക്കേണ്ടത്?
ആ സിബ് തുറന്ന് എന്ത് ചെയ്യണം? അത് വായിക്കപ്പെടണം. വായിക്കപ്പെട്ടെങ്കിലേ അത് പ്രസക്തിയുള്ളതായിത്തീരുന്നു. അപ്പൊ അവിടെ ഒരു സംഘർഷവും ഒരു കരച്ചിലും. ഞാൻ കരഞ്ഞു എന്ന് പറയുന്നു. എന്താ പറയുന്നത്? കരഞ്ഞു. കാരണം എന്താ? 7 മുദ്രയാൽ മുദ്ര വെച്ചിരിക്കുന്ന ഒരു പുസ്തകം സിംഹാസനത്തിൽ നടുവിലിരിക്കുന്ന ഒരു കയ്യിലുണ്ട്. കാരണം അത് തുറന്നു വായിക്കുക. സ്വർഗത്തിലും ഭൂമിയിലും ഒന്നും യോഗ്യതയുള്ളവരായി ആരെയും കാണാഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെയാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ചിത്രീകരിച്ചത്. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. എന്താ? ഇല്ല, ഒരാളോട് യോഗ്യനായിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ത് ചെയ്യാന്ന് അറിയാമോ? എന്ത് ചെയ്യാണ്? ആ മുദ്ര പൊട്ടിക്കുക. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് 6-7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ശാന്തമായി പോയി വീട്ടിൽ പോയി ആലോചിക്കും, ഒന്ന് വായിക്കണം. ഈ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായി രേഖപ്പെടുത്തി 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൽ ചില സംഭവങ്ങൾ നടക്കുന്നത് ന്യായവിധിയാണ് സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് രക്ഷയും. ഈ 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഒന്ന് ജഡ്ജ്മെന്റ്, അതർ സൈഡ് എന്താണ്? സാല്വേഷൻ. ഈ 2 കാര്യങ്ങളാണ് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും നടക്കുന്നത്. ഒന്ന് ലോകത്തിന് സംഭവിക്കുന്ന ന്യായവിധി. യുദ്ധമുണ്ടാകും, അല്ലെങ്കിൽ ക്ഷാമമുണ്ടാകും, മരണമുണ്ടാകും, അങ്ങനെയാണ്. മറുവശത്ത് എന്താണ്? രക്ഷയുടെ സ്ഥാനം. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഈ മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായി ആകെ ഒരാളെ ഉള്ളൂ. ആരാണെന്ന് അറിയാമോ? ആരാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യോഗ്യമായിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുദ്ര വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ അന്തർലീനമായിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചാണെന്ന് അറിയാമോ? ന്യായവിധിയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമുള്ള സന്ദേശം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തോട് രക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറയുവാൻ ഏറ്റവും യോഗ്യനായ ആളാണ്? കർത്താവാണ് എന്നാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. കാരണം എന്താണ്? ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം അറുക്കപ്പെട്ടവനല്ലേ ഈ ലോകത്തോട് രക്ഷയെക്കുറിച്ച് പറയാൻ യോഗ്യതയുള്ളൂ. നമ്മളൊക്കെ പറയും, വാക്കാൽ പറയും, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലായി? അതുകൊണ്ട് ഈ ലോകത്തോട് രക്ഷയെക്കുറിച്ച് വിളിച്ചു പറയുവാൻ ഏറ്റവും യോഗ്യനായ ഒരാളെ ആര്? കർത്താവ്. കാരണം അവൻ രക്ഷയ്ക്ക് വേണ്ടി കുറിച്ച് പ്രസംഗിച്ചവനല്ല, രക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചവനല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവിതം പങ്കുവച്ചത്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? അറുക്കപ്പെട്ടു. അതുകൊണ്ട് മുദ്ര പൊട്ടിച്ച സന്ദേശം ലോകത്തോട് പറയും. ഈ ലോകത്തോട് രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം പറയുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ആരാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അറുക്കപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ്? ന്യായവിധി. കാരണം രക്ഷകൻ ഈ ലോകത്തിൽ വന്നിട്ടും, മനസ്സിലായോ, അത് തിരിച്ചറിയാതെ ഒരു സമൂഹം അവനെ എന്ത് ചെയ്തു? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന് സംഭവിക്കാവുന്ന ന്യായവിധിയെക്കുറിച്ച് ലോകത്തോട് പറയാൻ ഏറ്റവും യോഗ്യനാരാണ്? മനസ്സിലായി? ഇതാണ് വെളിപാട് പുസ്തകം 5-ാം അധ്യായം. അത് തുടർന്ന് വരുന്ന മുദ്രകൾ പൊട്ടിക്കുന്ന ഭാഗം. അതുകൊണ്ട് മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ ആവേശഭരിതരാക്കേണ്ടത് ഓരോ സംഭവങ്ങൾ നടക്കുന്നതിലൂടെ ലോകത്തിന് വെളിപ്പെട്ട സന്ദേശം എന്താണ്? സന്ദേശം 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ലോകത്തിന് ന്യായവിധി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തൽ. 2, ന്യായവിധി ഉണ്ടെങ്കിലും രക്ഷകനായ കർത്താവ് നമ്മളെ ചേർത്തുകൊള്ളും എന്നുള്ള ഓർമ്മ. അതുകൊണ്ട് ഇതിന് യോഗ്യനായ ആരേ ഉള്ളൂ? അപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് അത്ര ചെറിയ ആളായിട്ടൊന്നുമല്ല. വെളിപാട് പുസ്തകത്തിലേക്ക് എത്ര കൃത്യമായിട്ടാണ്, വളരെ കുറച്ചൊരു നാടകീയമായിട്ടാണ് നമുക്ക് തോന്നുമെങ്കിലും മറ്റൊരു പുസ്തകത്തിലും കാണാത്തതുപോലെ യേശുക്രിസ്തുവിന്റെ നിസ്തുലത, യൂണിക്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇത്രമാത്രം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഏത് പുസ്തകം? വെളിപാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. കൃത്യമായി രേഖപ്പെടുത്തി. അതുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത് ഒരു വലിയ സിംബലായി, ഒരു വലിയ മോഡലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. മനസ്സിലായോ? അവൻ തിന്മയുള്ള ഘടകങ്ങളോട് പോരാടും. അവർ സ്വീകരിച്ച അതേ മാനദണ്ഡത്തിലല്ല പോരാടും. കാരണം അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരു അഹിംസാത്മക രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായിട്ട്, സിംബൽ ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ് എന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വശത്ത് റോമൻ സാമ്രാജ്യം അവരുടെ ശക്തി ഉപയോഗിച്ച്, അവരുടെ പ്രൗഢി ഉപയോഗിച്ച്, അവരുടെ സൈന്യബലം ഉപയോഗിച്ച് സാമ്രാജ്യങ്ങൾ കീഴ്പ്പെടുത്തും ശ്രമിക്കുമ്പോൾ, ആ ചക്രവർത്തിയെ രക്ഷകൻ എന്ന് വിളിക്കണം എന്ന് നിയമപരമായി കൽപ്പന ഇറക്കുമ്പോൾ യഥാർത്ഥ രക്ഷകൻ ആരാണ് എന്ന് വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നത്. ആരാണ്? അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്തുകൊണ്ടാണ് അതിന് കാരണം? ഒന്ന്, അക്കൗണ്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുപേരൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് രക്ഷകൻ എന്ന് പറയുന്നത്? ഒന്ന്, എന്താണ്? അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹം.
എന്നാൽ ആരായി മാറി? ലാമ്പായി. ലയൺ ടേൺസ് ഇൻടു ലാമ്പ്. ഇതെങ്ങനെ സാധിക്കും? അവന് സർവ അധികാരവുമുള്ളവനാണ്. അതുകൊണ്ടാണ് ഒരുപാട് പുസ്തകത്തിൽ 7 കൊമ്പ് അവനുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നത്. അത് അധികാരത്തിന്റെ പൂർണ്ണതയാണ് രൂപം. അവൻ 7 കണ്ണുകളുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ അർത്ഥമുള്ള അറിവിന്റെ പാരമ്യത്തിലുള്ളവനാണ്. നോളജ് ആൻഡ് വിസ്ഡം ഇതെല്ലാം ഉള്ളവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറുക്കപ്പെട്ടത്. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ. അവൻ കൂട്ടത്തിലൊരാളായിട്ടല്ല ഒരുപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി. നോട്ട് വൺ among the flock, but the leader of the flock. Not amnos, but armio is Christ. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവാണ് നിങ്ങളുടെ, അത് സംശയം കൂടാതെ അംഗീകരിക്കത്തക്ക രീതി ഏഷ്യാമെന്നുള്ള 7 സഭകളെ ക്രിസ്തു വിശ്വാസികൾക്ക് മാതൃക നൽകുന്ന ശക്തമായ ഒരു പ്രതീകമാണ്. ഏത് പ്രതീകം? അർക്കപ്പെട്ടത്. അപ്പോൾ ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ പീഡനങ്ങളെ അഭിമുഖീകരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഏത് പ്രതീകം ഉപയോഗിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട എന്ന പ്രതീകം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കേണ്ട ഒരു കാര്യം മറ്റൊരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. കാരണം ഏഷ്യാമെന്നുള്ള 7 സഭകൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിലൂടെ പോയ ഒരു കോൺടാക്സിലെ അങ്ങനെയുള്ള സഭയെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനാണ്, പീഡനങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ധൈര്യം നൽകുവാനാണ്, അവർക്ക് ഉത്തേജനം നൽകുവാനാണ്, അവർക്ക് പ്രോത്സാഹനം നൽകുവാനാണ് ഈ ഒരു വളരെ നിസ്തുലമായ ഒരു പ്രതീകം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ തന്നെ യേശു കർത്താവിനെ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും യുണീക്കായിട്ടുള്ള സിംബൽസിലൊന്നാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി. അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മുടെ ഓരോ അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അത് വിശദമാക്കി പറയാൻ സാധിക്കും. ഇനി മൂന്നാമതായി ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു മേഖല വെളിപാട് പുസ്തകത്തിലെ ആരാധനയെ കുറിച്ചുള്ള ഓർമ്മ. ആദ്യത്തെ നമ്മൾ കേട്ടു സഭയെ കുറിച്ച് കേട്ടു, 2 ആരെ കുറിച്ച് കേട്ടു, ക്രിസ്തുവിനെ വെളിപാട് പുസ്തകത്തിൽ എങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് കേട്ടു, 3 നമ്മൾ ആരാധനയെ കുറിച്ച് പഠിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വെളിപാട് പുസ്തകത്തിൽ 22 അധ്യായങ്ങളിൽ ഏകദേശം 8 അധ്യായങ്ങളിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കാണുന്ന ഒരു സ്വർഗീയ ആരാധന. അത് ഏഷ്യാമെന്നുള്ള 7 സഭകളെ ക്രിസ്തു വിശ്വാസികൾക്ക് എന്ത് ചെയ്തു? എഴുതിയത്. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം? ഏതാണ്ട് 3 അധ്യായം എടുത്ത് ഒരു പുസ്തകത്തിലെ 3 അധ്യായം എടുത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ആരാധനയുടെ വർണ്ണനകൾ രേഖപ്പെടുത്തി. അത് ആരാധനയുടെ വർണ്ണനകൾ 4-ാം അധ്യായം 2 മുതൽ 12 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായം 8 മുതൽ 14 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായം 9 മുതൽ 17 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായം 15 മുതൽ 18 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13-ാം അധ്യായത്തിലുണ്ട്, 14-ാം അധ്യായത്തിലുണ്ട്, 15-ാം അധ്യായത്തിലുണ്ട്. ഇവിടെ എല്ലാം ആരാധനയെ കുറിച്ച് എന്താ കാര്യം? നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ഏഷ്യാമെന്നുള്ള ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രലോഭനം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആരാധനയുമായി അല്ലേ? നമ്മൾ ഇന്നലെ വിശദമായി അത് ചർച്ച ചെയ്തതാണ്. ഒരു വശത്ത് ചക്രവർത്തിയുടെ ആരാധന അല്ലേ, നീറോ, ഔഗസ്റ്റോസ് കൈസർ തുടങ്ങിയവരുടെ പ്രതിമകൾ, ജൂലിയസ് സീസർ എന്നിവരുടെ പ്രതിമകൾ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഉയർത്തിക്കെട്ടിയതിനു ശേഷം ചക്രവർത്തിയെ ആരാധിക്കണമെന്ന് രാജാവ് കൽപ്പന കൊടുത്തിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ചക്രവർത്തിയെ ആരാധിക്കാതെ എനിക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിൽക്കാൻ സാധിക്കും. പക്ഷേ എന്തുണ്ടാകും? നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ധാരാളം നഷ്ടങ്ങളുണ്ടാകും. സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം, തൊഴിലിൽ നിന്ന് പുറത്താക്കണം, സ്മൂർണയിലെ സഭയ്ക്ക് പറ്റിയതുപോലെ ദരിദ്രമായ അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ലാവോദിക്കയിലെ മിടുക്കന്മാരെ പോലെയാണ് അവരുടെ പക്ഷത്ത് നിന്ന് സമ്പത്തുണ്ടാക്കിയ പട്ടണമായി അവർ മാറി എന്നാണ് നമ്മൾ വേദോസ്തത്തിൽ കേട്ടത്. അതുകൊണ്ട് ഒരു ശക്തമായ പ്രലോഭനം. മറ്റൊരു വശത്ത് നോക്കുമ്പോൾ എന്താ? സമ്പത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന, സൗഖ്യദായകനായ അസ്ക്ലപ്യോസിനെ ആരാധിക്കുന്ന ആരാധന മറുവശം, കാരിയൻ എന്ന് പറയുന്ന വേറൊരു ദൈവനെ ആരാധിക്കുന്ന ആരാധന മറുവശം, ഡയനീഷ്യസ് എന്ന് പറയുന്ന ദേവിയെ ആരാധിക്കുന്ന ആരാധന മറുവശം. ഇതെല്ലാം ഉള്ള പട്ടണമാണ്. ഇതിന്റെ മധ്യത്തിൽ എളുപ്പമാണോ ഭർത്താവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കും? ഒന്ന് സമ്പത്തിന്റെ ദൈവമാണ്, ഒന്ന് കാർഷിക അഭിവൃദ്ധിയുടെ ദൈവമാണ്, ഒന്ന് സൗഖ്യത്തിന്റെ ദൈവമാണ്, ഒന്ന് ആരാണ്? ഭരണാധികാരിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആരാധനയെ കുറിച്ചുള്ള സങ്കല്പങ്ങളും പ്രശ്നങ്ങളും ഒരു വലിയ പ്രലോഭനമായി മാറിയപ്പോൾ ക്രിസ്തു വിശ്വാസികൾ അതിബുദ്ധിമാന്മാരായതുകൊണ്ട് അവരെന്ത് ചെയ്തു? പറഞ്ഞു, അതും തള്ളിക്കളയാൻ പറ്റത്തില്ല, ഇതും തള്ളിക്കളയാൻ പറ്റില്ല. ചിലർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞങ്ങ് പോയി. ലൗകിക സഭയിലെ അംഗങ്ങൾ മിക്കവാറും പോയി. അവരെ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടങ്ങ് പോയി. അതുകൊണ്ടാണ് അവരെ സമ്പന്ന സഭയെ ദരിദ്രർ എന്ന് വിളിക്കുന്നതും കുരുടന്മാർ എന്ന് വിളിക്കുന്നതും നഗ്ന
നഗ്നർ എന്ന് വിളിക്കുന്നതും ഒക്കെ നമ്മൾ ആ സഭയ്ക്കുള്ള സന്ദേശത്തിൽ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ വിമർശനാത്മകമായിട്ടാണ് ആ സഭയെ വിളിക്കുന്നത്. കാരണം ഇത്രമാത്രം പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട മറ്റൊരു പട്ടണം ഇല്ല എന്ന് പറഞ്ഞാണ് ആ സഭയെ വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിലെ ഏഷ്യ മൈനറിലെ ഏറ്റവും സമ്പന്നമായ പട്ടണമായിരുന്നു ലവോദിക്ക എന്ന് പറയുന്നത്. റിച്ചസ്റ്റ് സിറ്റിയായിരുന്നു ഏഷ്യ മൈനർ. ഇന്ന് നമുക്ക് പണം ഇടുവാനും എടുക്കുവാനും ATM സെന്റേഴ്സ് ഉണ്ട് എല്ലാവരും, അല്ലേ? നമ്മുടെ തുമ്പമൊക്കെ ഇല്ലേ, വീടിന് അടുത്തൊക്കെ ഇല്ലേ? 1-ാം നൂറ്റാണ്ടിൽ പണം ഇടുവാനും എടുക്കുവാനും ട്രഷറികൾ ഉണ്ടായിരുന്ന ഏഷ്യയിലെ ഏക പട്ടണമായിരുന്നു ലവോദിക്ക. സമ്പന്ന പട്ടണമാണ്. ആ സമ്പന്ന പട്ടണത്തിലെ സമ്പന്ന സഭയെ ദരിദ്രം എന്നാണ് വെളിപാട് പുസ്തകം. അപ്പോൾ നമ്മൾ ഓർത്തു നോക്കി, സമ്പന്നരായി തീരാനുള്ള ശ്രമത്തിൽ അവരാരെ മറന്നുപോയി, കർത്താവിനെ മറന്നുപോയി, അവനെ ആരാധിക്കണമെന്നൊന്ന് മറന്നുപോയ സഭയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ആ സഭയെക്കുറിച്ച് പറയുന്നത് ഒരു മെഡിക്കൽ സിറ്റി ആയിരുന്നു. അന്ന് കണ്ണിൽ എഴുതുന്ന ലേപം ഉണ്ടാക്കുന്ന മെഡിക്കൽ ഡോക്ടർമാരുണ്ടായിരുന്ന ഏഷ്യ മൈനറിലെ പട്ടണമായിരുന്നു ലവോദിക്ക. ലവോദിക്കയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയ ആർക്കിയോളജിസ്റ്റ് പഠനം നടത്തി കിട്ടിയ കോയിൻസിന്റെ ഒക്കെ മറുവശത്ത് അവിടുത്തെ ഡോക്ടർമാരുടെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ നേത്ര ചികിത്സയ്ക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാർ വന്ന് പാർത്ത സ്ഥലമാണ് ഇവിടെ ലവോദിക്ക. ഒരുപാട് പുസ്തകത്തിൽ ആ സഭയെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കുരുടരാണ് എന്നാണ്. സമ്പന്ന സഭയെ എന്തെന്ന് വിളിക്കുന്നു? ദരിദ്രം എന്ന് വിളിക്കുന്നു. കണ്ണിൽ എഴുതുവാൻ ലേപം ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നേത്ര ചികിത്സാലയങ്ങൾ ഉണ്ടായിരുന്ന ഏഷ്യ മൈനറിലെ പട്ടണമായ ലവോദിക്കയിലെ ക്രിസ്തുവിശ്വാസികൾ എന്താ വിളിക്കുന്നത്? നിങ്ങൾ കുരുടരാണ്. അതുപോലെ തന്നെ ഒരു വലിയ വാണിജ്യ കേന്ദ്രമാണ്, ഒരു ടെക്സ്റ്റൈൽ സിറ്റി ആയിരുന്നു ഈ ലവോദിക്ക. അവിടെ ഉണ്ടാക്കുന്ന കറുത്ത കമ്പിളി വസ്ത്രങ്ങൾ അന്ന്, ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്, അന്ന് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാർക്കറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ലവോദിക്കയിലെ ക്രിസ്തുവിശ്വാസികളിൽ പലരും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ, ഈ ബിസിനസ്സിൽ ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചവരും ഉപജീവനമാർഗം കണ്ടെത്തിയവരും. അവരെ ഒരുപാട് പുസ്തകത്തിലെ സന്ദേശത്തിൽ എന്താ വിളിക്കുന്നത് നഗ്നർ എന്നാണ്. അപ്പോൾ ഇതൊന്നും വെറുതെ അവരെ വിളിക്കുന്നില്ല, കോണ്ടാക്റ്റുമായിട്ടാണ്, ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത്. അത്രമാത്രം ഒരു സഭ ആ പട്ടണത്തിലെ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടു പോയി എന്ന് അവരെ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ് അത് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ ആ പട്ടണത്തിൽ പാർത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ. ഇതിന്റെ വെളിച്ചത്തിലാണ് ഈ ആരാധനാ ജീവിതം സജീവമാക്കി തീർക്കാനാണ് യോഹന്നാൻ താൻ പത്മോസ് ദ്വീപിൽ കണ്ട ആരാധനയുടെ പ്രത്യേകത ഏഷ്യ മൈനറിലെ 7 സഭകളുടെ ക്രിസ്തുവിശ്വാസികൾ എഴുതിയത്. 7-ാം അധ്യായം സവിസ്തരമായി രേഖപ്പെടുത്തുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞുപോലെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് സ്വർഗീയ ആരാധന കാണുകയാണ്. എന്താണെന്ന് അറിയാമോ? സകല ജാതികളിലും സകല ഭാഷകളിലും സകല ഗോത്രങ്ങളിലും ഉള്ളതായി എണ്ണിക്കൂടാൻ പറ്റാത്ത വലിയ പുരുഷാല വെള്ളനിലേക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ നടുവിലുള്ള ദൈവത്തെ കുഞ്ഞാടിനെ ആരാധന. ഒരു വശത്ത് എന്താ ശക്തമായിട്ട് നിൽക്കുന്ന ഏഷ്യ മൈനർ ചക്രവർത്തി ആരാധന. മറുവശത്ത് യോഹന്നാൻ കാണുന്ന ദർശനത്തിലെ ആരാധനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സകല ജാതികളിലും സകല ഭാഷകളിലും സകല ഗോത്രങ്ങളിലുമുള്ളവർ എന്ത് ചെയ്യുന്നു? ആരാധനയുണ്ട്. ഒരു ചക്രവർത്തി ആരാധന പറഞ്ഞു. ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലുള്ള നിർബന്ധമുള്ള ഭയമുള്ളതുകൊണ്ട് ആരാധന. മനസ്സിലായത്? പ്രാദേശിക ഇടങ്ങളിൽ മാത്രമേ ആ ചക്രവർത്തി ആരാധന നിലനിൽക്കൂ. പക്ഷേ യോഹന്നാൻ കാണുന്ന സ്വർഗീയ ആരാധന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് യൂണിവേഴ്സൽ വർഷം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 4 ജീവികൾ കവിഞ്ഞു വീണ് ആരാധിക്കുന്നു. 4 ജീവികൾ എന്നുള്ള ഒരുപാട് പുസ്തകത്തിൽ എന്താ അർത്ഥം അറിയാം? ജീവജാലങ്ങളുടെ മുഴുവൻ പ്രതിനിധികളാണ്, റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരാണ്? ഈ പ്രപഞ്ചം മുഴുവൻ ആരെ ആരാധിക്കുന്നു? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്ന ആരാധനയാണ് യോഹന്നാനിലൂടെ കാണുന്നത്. പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് ഏഷ്യ മൈനറിൽ നടക്കുന്ന ആരാണ്? ഒരു ചക്രവർത്തിയാണ്. അപ്പോൾ ഏഷ്യ മൈനറിലെ ക്രിസ്തുവിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചക്രവർത്തിയാണോ ആരാധിക്കേണ്ടത്, അതോ ഈ പ്രപഞ്ചം മുഴുവൻ ആരാധിക്കുന്ന വലിയവനായ ദൈവത്തെയാണോ എന്ന് അവരോട് ചോദിക്കുക. മനസ്സിലായോ? ചക്രവർത്തി ആരാണെന്ന് അറിയാമോ? സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ്. മറ്റതാരാണ്? സൃഷ്ടികർത്താവ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവിനെയാണോ നിങ്ങൾ ആരാധിക്കേണ്ടതോ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നായി ചക്രവർത്തിയാണോ ആരാധിക്കേണ്ടത് എന്ന് അവരോട് ചോദിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് അവരുടെ പഠിപ്പിക്കുന്ന പോലെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ ദർശനത്തിൽ കാണുന്ന ഈ സ്വർഗീയ ആരാധന എന്താണെന്നറിയാമോ? ഒരു പ്രപഞ്ചം മുഴുവൻ ഈ സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്ന ആരാധനയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ ക്രിസ്തുവിശ്വാസികളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ചക്രവർത്തിയായില്ല,
മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് കൃത്യമായി പഠിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരാധനാ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരേപോലെ സിംഹാസനത്തിൽ നടുവിൽ ഇരിക്കുന്ന ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്ന എന്നറിയാം. അപ്പോൾ ദൈവവും ആരെയും കൂടെ ആരാധിക്കുന്നത്? കർത്താവിനെയും കൂടെയാണ് ആരാധിക്കുന്നത് എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ ദൈവത്തെയും കുഞ്ഞാടിനെയും എന്ത് ചെയ്യണം? ആരാധിക്കണം എന്നറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെളിപാട് പുസ്തകത്തിൽ എപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പേര് പരാമർശിക്കുന്നതിനോട് ചേർത്ത് വെച്ച് തന്നെ ആരുടെ പേര് പരാമർശിക്കുന്നുണ്ട്? കുഞ്ഞാടിന്റെ പേര് പരാമർശിക്കും. ഈ ഗ്രീക്ക് ഭാഷയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് അതിന്റെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓരോ നാമം അതിനെന്തുണ്ട്? എപ്പോഴും നാമവിശേഷം. നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ അധ്യാപകരൊക്കെ ഉണ്ട്, നാമത്തിന് മുമ്പ് എന്ത് ചെയ്യാറും നാമവിശേഷം. അങ്ങനെയെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു നാമവിശേഷം ചേർക്കണം. കുഞ്ഞാട് ഒരു നാമമാണല്ലോ, അതിന് മുമ്പ് എന്ത് ചെയ്യാക്കണം? നാമവിശേഷം. പക്ഷേ ഗ്രീക്ക് ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ അനുസരിച്ച് വെളിപാട് പുസ്തകത്തിൽ രണ്ടിനും കൂടെ ഒറ്റ നാമവിശേഷണം ഉപയോഗിച്ചു. അതിന്റെ അർത്ഥം എന്താ അർത്ഥം അറിയാം? ദൈവം ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ച രക്ഷാപദ്ധതി ആരിലൂടെയാണ് നിർവഹിച്ചറിയാമോ? ആരിലൂടെയാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെയാണ് നിർവഹിച്ചത്. അറുക്കപ്പെട്ട കുഞ്ഞാട് നിർവഹിച്ച രക്ഷാപദ്ധതി ആരുടെ രക്ഷാപദ്ധതിയായിരുന്നു? മനസ്സിലായി? അതാരെ ആരാധിക്കുന്നു? ദൈവത്തെ, കുഞ്ഞാടിനെ ആരാധിക്കണം എന്നുള്ള പാഠം എത്ര കൃത്യമായിട്ടാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, മറ്റു പുസ്തകങ്ങളിൽ ഇതിന്റെ ഭാഷ, അതിന്റെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ, അറേഞ്ച്മെന്റ്സ് ഇതെല്ലാം വളരെ പ്രധാനമാണ്. അത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തെയും കുഞ്ഞാടിനെയും എന്ത് ചെയ്യണം? ആരാധിക്കണം. പ്രപഞ്ചം മുഴുവൻ ആരാധിക്കും. 24 മൂപ്പന്മാരും കവിള് വീണ് ആരാധിക്കും. 4 ജീവികൾ ആരാധിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആരാധന ആരെയായിരിക്കണം? കൃത്യമായി അവരെ പഠിപ്പിക്കണം. ചക്രവർത്തിയോ പ്രാദേശിക ദൈവങ്ങളെയല്ല, മറിച്ച് ആരെ ആരാധിക്കണം? ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കണം എന്ന് പറഞ്ഞു അവർ ആരാധന. യോഹന്നാൻ കാണുന്ന ആരാധനയുടെ മറ്റൊരു പ്രത്യേകത, ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെല്ലാം എങ്ങനെ ആരാധനയിൽ പങ്കെടുക്കുന്നു അറിയാം? വെള്ളനിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി ഒക്കെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആരാധനയിൽ പങ്കുചേരും. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി പാട്ടുകൾ പാടിയാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത്. ശക്തിയും മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം ദൈവത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കും. യേശുവിനെ വേണമെങ്കിൽ കുറച്ച് ക്രിസ്തുവിശ്വാസികളെങ്കിലും കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാണ്. പക്ഷെ ആരാധിച്ചാൽ എങ്ങനെ ആരാധിക്കുമെന്ന് അറിയാമോ? ഞാൻ കാണാതെ അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നാൽ നിങ്ങളെ ആരാധന ഞാൻ ഈ ദർശനത്തിൽ കണ്ട സ്വർഗീയ ആരാധനയുടെ ചെറിയ പതിപ്പായി മാറണം എന്നാണ് ആരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള ആരാധനയാണ് പ്രതീക്ഷിക്കുന്നത്? വളരെ സജീവമായി, സുദൃഢമായി, രക്തസാക്ഷിയായി തീരേണ്ടി വന്നാൽ ധൈര്യത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന ആരാധനകളായി നിങ്ങളെ ആരാധനകൾ തീരണം എന്നതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായോ? അത് കൃത്യമായി ഒരുപാട് ദിവസം പഠിക്കുന്നു. അതുകൊണ്ട് ഒരു സജീവമായ ആരാധനയിൽ അവർക്ക് ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പലപ്പോഴും നിഷ്ക്രിയമായ ആരാധനയാണ്, ആരും കാണാതെയുള്ള ഒരു ആരാധന. അങ്ങനെയാണ്. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നാൽ ധൈര്യത്തോടും ശക്തിയോടും കർത്താവിനെ എന്ത് ചെയ്യണം? ആരാധിക്കണം. സന്തോഷാതിരേകത്താൽ ആരാധിക്കണം. സംഘബോധത്തോടുകൂടി ആരാധിക്കണം. ഈ പാഠമാണ് വെളിപാട് പുസ്തകം അവതരിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ ആരാധനാ ഭാഗങ്ങളിലല്ല എന്താ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ ആരാധന ഒരുമിച്ച് പാടുന്ന പാട്ടിന്റെ ഈരടി എന്താണെന്ന് ലിറ്റർജി, അവരുടെ ലിറ്റർജി എന്താണെന്ന് ഒറ്റ കാര്യമുള്ളൂ, രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ ആത്മീയ. മനസ്സിലായി? രക്ഷ എന്നുള്ളത് എന്താണ്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന ആത്മനിർഭരം എന്നാണ്. പക്ഷെ ആരാധനയിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ രക്ഷകനെ പ്രകീർത്തിക്കുക, രക്ഷ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. പ്രിയമുള്ളവർ, നമ്മുടെ എല്ലാ ആരാധനയും എന്താണ്? കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്? കുർബാനയുടെ സിമ്പിൾ ഡെഫിനിഷൻ എന്താണ്? ഹോളി കുർബാന is the salvation, is the celebration of salvation. ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ ഒരു ആഘോഷമാണ് എന്ത്? വിശുദ്ധ കുർബാന ശുശ്രൂഷ. അതുകൊണ്ട് ക്രൈസ്തീയതയാണ് നമ്മൾ ഓർക്കുന്നത്. നാളെ കുർബാന തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങുന്നത് അറിയാമോ? മറിയാമിൽ നിന്ന് ജാതി, യേശുവിന്റെ ഭർത്ത പറഞ്ഞുകൊണ്ടാണ് നാളത്തെ കുർബാന ആരംഭിക്കുന്നത്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ യേശുവിന്റെ പ്രവർത്തനങ്ങൾ, യേശുവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. തുറന്നുകൊണ്ട് പറയും, കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ വീണ്ടും വരവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളൊരു കുർബാനയിൽ പോലും ചെയ്യുന്നത്
യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ നമ്മൾ അതിൽ പങ്കാളിയാവുകയും രക്ഷയെക്കുറിച്ചുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് ഒരു വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാമോ? സെലിബ്രേഷൻ ഓഫ് സാൽവേഷൻ. നമുക്ക് ലഭിച്ച രക്ഷയുടെ ഒരു വലിയ ആഘോഷമാണ് എന്ത് ബഹുമാനം. അതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്നവരെല്ലാം പറയുന്നത് എന്താണെന്ന് അറിയാം. എന്താ പറയുന്നത്? നിങ്ങൾ ബാക്കിയെല്ലാം മറന്നുപോയാലും ഇത് മറന്നുപോയാലും എന്താ രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ ഓർത്തുകൊണ്ടിരിക്കുന്നു. ആരെ രക്ഷകനെന്ന് വിളിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച കാലമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഡൊമീഷ്യൻ ചക്രവർത്തി കൊടുത്തൊരു കൽപ്പന യു ഷുഡ് കോൾ മീ ആസ് ഡോമിനസ് അറ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ കർത്താവും ദൈവമെന്ന് നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുകയാണെങ്കിൽ ആരെ വിളിക്കാവൂ? ചക്രവർത്തിമാരെ മാത്രമേ വിളിക്കാവൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ച കാലഘട്ടത്തിൽ ഇതാ യോഹന്നാൻ കാണുന്ന ദർശനത്തിലെ ആരാധനാ സംഘം ശബ്ദഘോഷത്തോടുകൂടി സന്തോഷാതിരേകത്താൽ പാടുന്ന പാട്ടിന്റെ ഈരടി രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാളിന്റെയും ദാനമാണ്. അങ്ങനെ ഏഷ്യാമെന്നുള്ള ക്രിസ്തുവിശ്വാസികളെ, നിങ്ങളുടെ പാട്ടിന്റെ ഈരടി എന്തായിരിക്കണം? ഇതായിരിക്കണം. ആരാധനയുടെ ഉള്ളടക്കം ഇതായിരിക്കും എന്ന് കൃത്യമായി ആ ആരാധനയിലൂടെ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആരാധനാ ഭാഗങ്ങളെല്ലാം ശാന്തമായി ഞാൻ റെഫറൻസ് പറഞ്ഞു ഒന്ന് പോയി വായിച്ചു. അതിന്റെ അവസാന ഭാഗം വളരെ പ്രത്യാശാനിർഭരമായ വാക്കുകൾ പറഞ്ഞാണ് അവസാനം. നമുക്കറിയാം, ആരാധനയിൽ പങ്കുചേരുന്നവർക്ക് കൊടുക്കുന്ന വലിയൊരു ചിന്തയാണ്. ഈ സ്വർഗീയ ആരാധനയിൽ ആരാണ് പങ്കുചേരുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ വേദഭാഗത്ത് 7-ാം അധ്യായത്തിൽ ചോദിക്കുന്നു. കാരണം എണ്ണിക്കൂടാൻ പറ്റാത്ത വലിയൊരു പുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ നടുവിലിരിക്കുന്ന അവനെ ആരാധിക്കാൻ. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്താ ചോദ്യം എന്നറിയാമോ? എന്താ ചോദ്യം? ആരാണ് ഈ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു ആരാധന ഭാഗമായി തീരാൻ ഒരു ആഗ്രഹം വല്ലതും ഉണ്ടോ? മനസ്സിൽ ആഗ്രഹമുള്ളവർ ആരാധനയ്ക്ക് വന്നാൽ മതി ഇവിടെ. കാരണം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ താൽക്കാലിക ജീവിതം ഇവിടെ അവസാനിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന വലിയ സംഘത്തിന്റെ ഭാഗമായി നിന്ന് പാട്ട് പാടാനല്ലേ ഇവിടെ പോയാലും പാടാൻ ഞാനോ? ഞാനങ്ങനെ ഈ കൂടാൻ എടുക്കുന്നില്ല. വലിയ ആരാധനാ സംഘത്തിന്റെ ഭാഗമായി തീരാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അതിനാണ് പ്രസംഗിക്കുന്നത്. കായിക സംഘത്തിൽ പാടുന്നില്ലാന്ന്. പക്ഷെ അവിടെ ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താ ചോദ്യം? ആരാണ് ഇതിൽ പാടുന്നത്? ആരാണ് ഈ സന്തോഷാതിരേകത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നത്? ഒറ്റ ചോദ്യം, ഒറ്റ മറുപടി. എന്താ മറുപടി എന്ന് പറയാ? 7-ാം അധ്യായത്തിൽ അവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നു, എങ്കിലും കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളെ അങ്കി അലക്കി വെളുപ്പിച്ചു. ഇതാർക്കുള്ള പ്രോത്സാഹനമാണെന്ന് അറിയാമോ? ഏഷ്യാമയിലുള്ള 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികൾക്കുള്ള പ്രോത്സാഹനം. കാരണം അവരിന്ന് ജീവിക്കുന്ന ഏതവസ്ഥയിലാണെന്ന് അറിയാമോ? മഹാകഷ്ടത്തിലാണ്. അപ്പോൾ മഹാകഷ്ടത്തിന്റെ മധ്യത്തിലും നിങ്ങൾക്ക് ധൈര്യത്തോടെ കർത്താവിനെ ആരാധിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഏഷ്യാമയിൽ നമ്മുടെ പണ്ടച്ചില രക്തസാക്ഷികളായിരിക്കും. പക്ഷെ അവർക്ക് ലഭിക്കുന്ന ഭാഗ്യ പദവി എന്താണെന്ന് ചോദിച്ചാൽ ഈ വലിയ സംഘത്തിന്റെ ഭാഗമായി തീരാൻ സാധിക്കുമെന്നുള്ളത്. ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു പെർസിക്യൂഷനെ നേരിടുന്ന ഒരു ചർച്ചിന് ഇതിൽ കൂടുതൽ എന്ത് സന്ദേശമാണ് കൊടുക്കാറുള്ളത്? ഇതിൽ കൂടുതൽ പ്രത്യാശ ജനിപ്പിക്കുന്ന എന്ത് സന്ദേശമാണ് കൊടുക്കാറുള്ളത്? തുറന്നു പറയുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? സിംഹാസനത്തിന് നടുവിലിരിക്കുന്നത് നിങ്ങൾക്ക് കൂടാരമാണ്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് കൂടാരമാണ്. സ്കീന എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഷെക്കീന എന്ന് പറയുന്ന പദം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരു ശക്തിക്കും തകർത്ത് കളയാൻ പറ്റാത്ത കൂടാരം നിനക്ക് മുകളിൽ അടിക്കുവാൻ കഴിവുള്ളവനാണ്. ഈ ഏഷ്യാമയിലുള്ള ക്രിസ്തുവിശ്വാസികൾ എല്ലാ ദിവസവും ഈ ടെന്റ് കാണുന്നു. അവർക്ക് വളരെ പരിചിതമായ ആരുടെ ടെന്റാണെന്ന് അറിയാമോ? ആരുടെ ടെന്റാണെന്ന് അറിയാമോ? റോമ പടയാളികൾ അടിച്ച ടെന്റാണ്. ഇവർ താമസിക്കുന്ന അവിടെ എല്ലാം റോമ പടയാളികളുടെ ടെന്റുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ക്രിസ്തുവിശ്വാസികളെ സൂക്ഷ്മമായി നോക്കുവാൻ. യു ആർ അണ്ടർ സർവൈലൻസ് എന്ന് പറയുന്നത്. അവരുടെ നോട്ടം അവരോട്ട് പോകുന്നു, എവിടെ ആരാധനയ്ക്ക് പോകുന്നു നോക്കുവാൻ വേണ്ടിയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ടെന്റ് ക്രിസ്തുവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ടെന്റാണോ? കുളിർമ നൽകുന്ന ടെന്റാണോ? സന്തോഷ സമാധാനം തരുന്ന ടെന്റാണോ? പക്ഷെ അതിന് ബദലായി ഇവിടെ പറയും. എന്താണെന്ന് അറിയാമോ? അവൻ നിങ്ങൾക്ക് കൂടാരം. സ്കീന എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്കും തകർത്ത് കളവാൻ പറ്റാത്ത കൂടാരം നിനക്ക് മുകളിൽ അടിക്കും. നിന്റെ ഭവനത്തിന് മുകളിൽ അടിക്കും. കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം അവരെ ജനിപ്പിക്കും. അവരോട് തുറന്ന് പറയാണ്, ഇനി നിങ്ങൾ വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും നിങ്ങളുടെ മേൽ കത്തിക്കും. ഇത് വെറുതെ അവരെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളല്ല. നമ്മൾ സാധാരണ പറയുന്നത് കാഷ്വലി പറഞ്ഞല്ല. അവരുടെ ഡേ ടു ഡേ ലൈഫിലെ ക്രൈസിസ് ആണ് ഇവിടെ. വിശപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ. അത് അവിടുത്തെ സാധാരണക്കാരുടെ ഒരു അനുഭവമാണ്. കാരണം അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ടാക്സ് കൊടുക്കാൻ പറ്റാത്തവരുടെ കൃഷിഭൂമികൾ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, കണ്ടു കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ
അവർ കൃഷിഭൂമികൾ നഷ്ടപ്പെട്ട മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ പാട്ടത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. പാട്ടത്തിന് ജോലി ചെയ്താൽ ഉണ്ടാക്കുന്നത് നമ്മുടേതാണ് ആണോ? അതുകൊണ്ട് വിശപ്പ്, സ്റ്റാർവേഷൻ റിയാലിറ്റി. ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഭൂകമ്പം ഈ ഏഷ്യ മൈനർ മേഖലയിലുണ്ടായി. ഭൂകമ്പം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ ഭാഗത്തൊക്കെ പട്ടണമൊക്കെ പുതുക്കി പണിതെങ്കിലും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം വല്ലാതെ നേരിടും. ഇവരെന്താ ചെയ്യുന്ന അറിയാം, അടുത്ത പട്ടണങ്ങളിൽ നിന്നൊക്കെ ചാനലുകളിൽ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കും. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു ഭരണകൂടം അടുത്ത പട്ടണങ്ങളിലൊക്കെ ചാനലിലൂടെ പൈപ്പിലൂടെ വെള്ളം ഒഴുകി കൊണ്ടുവന്നാൽ ആർക്ക് തൊട്ട് ആർക്ക് വരെ കിട്ടും? സാധാരണക്കാർ കിട്ടുമോ? ദാഹം എന്ന് പറയുന്നത് വെറുതെ പറയുന്നില്ല, അവരുടെ ഡേ ടു ഡേ ലൈഫിലെ ഒരു അനുഭവം. വെയിലും യാതൊരു ചൂട് നിങ്ങളുടെ മേലെ ഏൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാലഘട്ടം റോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ പണിതും പണി ഏൽപ്പിച്ചതും അടിമകളെ ഉപയോഗിച്ചു. ഈ ഏഷ്യ മൈനർ പട്ടണങ്ങളിലെല്ലാം അടിമകളുണ്ടായിരുന്നു. അവരുടെ സ്ലൈവ് മാർക്കറ്റ്, അടിമ വ്യാപാരമൊക്കെ ശക്തിപ്പെട്ട കാലഘട്ടം. മനുഷ്യനെ മൃഗങ്ങളെ പോലും പരിഗണിക്കാതെ പകലന്തിയോളം പൊരി വെയിലത്ത് നിർത്തി പണിയെടുക്കുന്ന ഒരു കാഴ്ച. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലെ അനുഭവമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെയിലും യാതൊരു ചൂടും നിങ്ങളെ തട്ടുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ ഒരു സ്ലൈവ് മാർക്കറ്റിന്റെ കോണ്ടക്സിലാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ വാക്കും വെറുതെ പറയുന്ന വാക്കുകളല്ല, അതിനെല്ലാം വളരെ കോൺടെക്സ്റ്റുവൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് വേണം. അങ്ങനെ അവരെ പഠിപ്പിക്കണം എന്താണ് വെയിലും യാതൊരു ചൂടും. പിന്നെന്താ പറയുന്നത് അറിയാമോ? സിംഹാസനത്തിൽ നടുവിലിരിക്കുന്നവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും, ജീവജലത്തിന്റെ ഉറവിലേക്ക്. അപ്പോൾ ഈ ആരാധനാ ഭാഗം എല്ലാം അതിൻ്റെ ഒരു ക്ലൈമാക്സ് എവിടെയാണ്? ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ, ഒരു ആശ്വാസം, ഒരു സൗഖ്യം. ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ പള്ളി വന്നിട്ട് ഇറങ്ങിപ്പോകുന്നവരെ കണ്ടാൽ സങ്കടമാണ്. വന്നപ്പോൾ കുറച്ചുകൂടെ ചിരിച്ചോണ്ടാവും, ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ. അന്നത്തെ ആരാധന അവന്റെ ജീവിതത്തിൽ ഒരു ശക്തിയും നൽകിയില്ല എന്ന് നമുക്ക് തോന്നരുത്. എന്നാൽ ഈ വേദഭാവം എന്ന് കൃത്യമായിട്ടാണ് അവനെ ആരാധിക്കുന്നതിലൂടെ അവൻ കൂടുന്നതെന്നുള്ള സംഭവം. അവൻ നിന്റെ ഭവനത്തിന് മേൽ കൂടാരം അടിക്കുവാൻ കഴിവുള്ള ദൈവമാണെന്നുള്ള വിശ്വാസത്തിനോടൊപ്പം അവൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കഴിയും. കണ്ണിൽ മാറിപ്പോകും എന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും. എനിക്കിപ്പം ഇവിടെ ഇരിക്കുന്ന മാത്യു സാറിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീർ മാറിപ്പോകട്ടെ എന്ന് പറയാൻ സാധിക്കും. തുടച്ചു കളയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് വലിയ പ്രതിസന്ധികളെയും പീഡനങ്ങളെയും ഒക്കെ അഭിമുഖീകരിച്ച ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആരാധന അവർക്ക് എന്ത് നൽകിയാണെന്നറിയാം? പ്രത്യാശ പ്രദാനം ചെയ്യും. കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്നു ഉറപ്പ് പ്രദാനം ചെയ്യും. ഇന്നത്തെ ഞങ്ങൾ കടന്നു പോകുന്ന വൈദ്യുതികളും വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നീങ്ങുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് നൽകി. അങ്ങനെ ഇന്നത്തെ ജീവിതം കർത്താവിനോട് ചേർന്ന് പ്രതിസന്ധികളുണ്ടെങ്കിലും ധൈര്യത്തോടെ അഭിമുഖീകരിച്ചു എവിടെ ആ വലിയ സംഘത്തിന്റെ ഭാഗമായി തീരാനുള്ള പ്രതീക്ഷയിൽ ജീവിക്കണം എന്നവരെ ഓർമ്മപ്പെട്ടു. അങ്ങനെ ഇതിലെ ആരാധനാ ഭാഗമൊക്കെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. നമ്മളിന്ന് പ്രതീക്ഷയേക്കാൾ മെച്ചമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് തീർക്കാൻ സാധിച്ചു. ഒന്ന്, സഭ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ചു. ക്രിസ്തുവിനെ എങ്ങനെയാണ് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ വെളിപാട് പുസ്തകത്തിന്റെ ആരാധന എങ്ങനെയുണ്ട് ഏകദേശമൊക്കെ ഒരു കാര്യം മനസ്സിലായോ? ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യും. ഏകദേശമൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞല്ലോ, അച്ഛനും പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് 1-2 ക്ലാസ്സുകൾ പഠിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇന്ന് നമ്മൾ ഒരു ശ്രമം നടത്തി. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം ഇനി എന്ന് വായിക്കാൻ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ ദ മെസ്സേജ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. അത് ഇതിനു വേണ്ടി ഒത്തിരി അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ പ്രതീകങ്ങളും അടയാളങ്ങളും എല്ലാം എവിടേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്? ഈ ഒരു സന്ദേശം. അങ്ങനെ വെളിപാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സഭയുടെ സവിശേഷതകൾ ഈ കാലഘട്ടത്തിലെ സഭയിൽ ഉണ്ടാകട്ടെ. യേശു കർത്താവും രക്ഷിതാവുമാണ് ഏത് പ്രലോഭനങ്ങളെയും മധ്യത്തിൽ ധൈര്യത്തോടെ പറയുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ ആരാധന ക്രിസ്തുവിലൂടെ ലഭ്യമായി തന്ന രക്ഷയുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന അനുഭവമായി തീരട്ടെ. പ്രത്യാശ